ഹലോ ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ രണ്ടാമത്തെ യൂണിറ്റ് അറ്റൻഷൻ, പെർസെപ്ഷൻ ആൻഡ് മെമ്മറി, അതിൽ മൂന്നാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. എല്ലാവരെയും നമ്മൾ വെൽക്കം ചെയ്യാണ്. പിന്നെ ഇത് നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ യൂണിറ്റിൽ ഒരു ലാസ്റ്റ് സെഷൻ ആയിരിക്കും. First of all, ensure my presentation is ready. Just a second. Screen മാറുന്നത് കാണുന്നില്ലേ? Presentation okay ആണോ? Okay ആണ് sir. Okay. Okay. Thank you. എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻസേഷൻ, പെർസെപ്ഷൻ, ഡിറ്റർമിനൻസ് ഓഫ് പെർസെപ്ഷൻ അതൊക്കെയാണ് പറഞ്ഞു വെച്ച് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. സോ ഇന്ന് ഇവിടെ മുതലാണ് ലോസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ എന്നുള്ള നമ്മുടെ ഈ ഒരു ചില നിയമങ്ങളാണ്. അഥവാ നമ്മൾ എങ്ങനെയാണ് മെമ്മറിയിലേക്ക്, നമ്മുടെ ബ്രെയിനിലേക്ക് ചില കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ മെമ്മറൈസേഷൻ എന്നുള്ളത് എങ്ങനെയാണ് നടക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സോ ഇതിന് നമുക്കൊരു 4-5 നിയമങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ മുതലാണ് ഇന്നത്തെ ക്ലാസ് എടുക്കാനുള്ളത്, പറയാനുള്ളത് എന്നാണ് അല്ലെ? അങ്ങനല്ലേ? ഓക്കെ. സോ ലോ ഓഫ് പ്രാഗ്നൻസ്, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് ക്ലോഷർ ആൻഡ് ലോ ഓഫ് കണ്ടിന്യൂറ്റി. ഇങ്ങനെ 5 നിയമങ്ങളാണ്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്, ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കാം. സോ ലോ ഓഫ് പ്രാഗ്നൻസ് എന്ന് പറയുന്നത് ജസ്റ്റാൾട്ട് തിയറിയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ജസ്റ്റാൾട്ട് തിയറി പഠിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ജസ്റ്റാൾട്ട് തിയറി വന്നിട്ടുണ്ടോ? സീയിങ് ദ ഒബ്ജക്റ്റ് ആസ് എ ഹോൾ. നമ്മൾ പാർട്ടായിട്ട് പരിഗണിക്കാൻ പാടില്ല, ആസ് എ ഹോൾ ഒന്നിച്ച് വേണം പരിഗണിക്കാൻ എന്നൊക്കെ പറയുന്ന ഒരു തിയറിയാണ് ആക്ച്വലി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പഠിക്കാനുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ. സോ ലോ ഓഫ് പ്രാഗ്നൻസ് എന്ന് പറയുന്നത് ജസ്റ്റാൾട്ട് തിയറിയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ആണ്. ദാറ്റ് മീൻസ് കോമ്പാക്ട് ബട്ട് സിഗ്നിഫിക്കന്റ് എന്നുള്ളതാണ്. അഥവാ പ്രാഗ്നൻസ് എന്നുള്ള ആ ഒരു വേർഡ് മീനിങ്ങിന്റെ അപ്പുറത്ത് എന്താണ് അതിന്റെ ആശയം എന്നുള്ളതാണ്. വി ഡു നോട്ട് ഓൾ ദിസ് ഡിഫറെന്റ് സെൻസേഷൻസ് റിസീവ്ഡ്. നമ്മളിങ്ങനെ ഓരോ സെൻസിൽ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്ന് കൂട്ടി വെക്കുക എന്നുള്ളതല്ല. ആൻഡ് എഡിക്റ്റിതം ആസ് ടു ഗെറ്റ് ദ മീനിങ് ഫുൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഒബ്ജക്ട് പെർസീവ്ഡ്. അങ്ങനെ ഓരോന്നും ഇങ്ങനെ കൂട്ടി വെച്ച് നമ്മൾ അതിനെ മനസ്സിലാക്കുക എന്നതിനപ്പുറത്ത് വി ഓൾവേസ് പെർസീവ് എനിത്തിങ് ആസ് എ ഹോൾ. നമ്മൾ എപ്പോഴും എന്താണോ മുന്നിൽ കണ്ട ഒരു ഇമേജ് അല്ലെങ്കിൽ മുന്നിൽ കണ്ടത് അതിനെ മൊത്തമായി മനസ്സിലാക്കാനാണ് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ഇമേജ് ഒക്കെ ഉണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, ഞാൻ അടുത്ത സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അതിന്റെ ഒരു ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ആണ്, അത് ടെക്സ്റ്റിന്റെ സംഭവമാണ്. ഇവിടെ ആ ഒരു ചിത്രത്തിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചാല് ഫസ്റ്റ് നമ്മൾ പറയും അതൊരു ഫേസ് ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്ക് കിട്ടുക അല്ലെ. പിന്നെ നമ്മൾ അതിന്റെ ചെറിയ ചെറിയ യൂണിറ്റിലേക്ക് നോക്കുമ്പോൾ അതിൽ ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, സർക്കിൾ ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മളിങ്ങനെ ഫസ്റ്റ് കാണുമ്പോൾ അത് ആസ് എ ഹോൾ നമുക്ക് അതിനെ മൊത്തമായി അതൊരു ഹെഡാണ് അല്ലെങ്കിൽ അതൊരു മനുഷ്യരൂപമാണ് എന്നൊക്കെയാണ് തോന്നുക. അതാണ് നമ്മുടെ ലോ ഓഫ് പ്രാഗ്നൻസിൽ വരുന്നത്. ഓക്കെ. മൈൻഡ് ട്രൈ ടു സീ ഇൻ എ സിമ്പിൾ വേ ആൻഡ് ഹോളിസ്റ്റിക് വേ. മനസ്സ് എപ്പോഴും മുന്നിൽ കാണുന്ന ആ ഒരു ചിത്രത്തിന് അല്ലെങ്കിൽ ഒരു ഇമേജിന്, ഒരു ഇൻപുട്ടിന്, അതല്ലെങ്കിൽ നമുക്ക് മുന്നിൽ വരുന്നത് എന്താണോ അതിനെ ആസ് എ ഹോൾ നമ്മൾ കാണാനാണ് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ വന്നു നിന്നാല് അല്ലെങ്കിൽ ഒരു മരം നമ്മൾ കണ്ടാൽ അതൊരു മൊത്തമായിട്ടാണ് നമ്മൾ അതിനെ കാണുക. അതിന് വേണമെങ്കിൽ അതിന്റെ വേര് മാത്രം നമുക്ക് കാണാം, തടി മാത്രം കാണാം, അതിന്റെ ബ്രാഞ്ചസ് മാത്രം കാണാം അല്ലെ. അങ്ങനെ നമുക്ക് അതിന് വേണമെങ്കിൽ ഒരു പാട്ടായിട്ട് കാണാം. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താണ് ആസ് എ ഹോൾ അങ്ങനെയാണ് നമ്മൾ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. മരക്കിന് അതൊരു കണക്ഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ ഈ കാണുന്ന ചിത്രത്തിൽ ശരിക്കും ഇത് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. പക്ഷെ നമ്മുടെ മനസ്സിലൊരു മെന്റൽ ഇമേജുമായി ഇതിനെ കണക്ട് ചെയ്ത് ഇറ്റ്സ് ആസ് എ ഹോൾ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു
നിയമപ്രകാരം. നിങ്ങൾ ജസ്റ്റ് എന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് ഇങ്ങനെ ഒരു മെൻഷൻ ചെയ്ത് പോവാനാണ് ഉള്ളത് കേട്ടോ. രണ്ട് ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ് ഇതിന്റെ പറയുന്നതിന് മുമ്പേ ഈ ഒരു നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണുന്ന ഈ ഒരു സിമിലർ ലൈൻസ് അല്ലെ, 12 പാരലൽ ലൈൻസ് ആണ്. ബട്ട് പെർസീവ്ഡ് ആസ് അവർ 4 ഗ്രൂപ്പ്സ് ഓഫ് 3 ലൈൻസ്. നമുക്ക് ഇതിനെ കണ്ടാൽ എങ്ങനെ തോന്നുക? 3 ലൈനുകൾ ഓരോ ഗ്രൂപ്പായി, അങ്ങനെ 4 ഗ്രൂപ്പുകളാണ് താഴെ ഉള്ളത് എന്നാണ് നമുക്ക് തോന്നുക. പക്ഷെ ആക്ച്വലി അതിങ്ങനെ വരച്ചു വെച്ചിരിക്കുന്ന മാത്രം. ഓക്കെ, നമ്മൾ അതിന്റെ ആ ഒരു പ്രോക്സിമിറ്റി അല്ലെങ്കിൽ അതിന്റെ നിയർനെസ് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഇവരൊരു ഗ്രൂപ്പാണ്, ഇവർ രണ്ടാമത്തെ ഗ്രൂപ്പാണ്, ഇത് മൂന്നാമത്തെ ഗ്രൂപ്പാണ്, ഇത് നാലാമത്തെ ഗ്രൂപ്പാണ് എന്ന് നമ്മൾ അങ്ങോട്ട് പെർസീവ് ചെയ്യും, നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കും. ശരിക്കും ഇത് വരച്ച ആളെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ ഗ്രൂപ്പാക്കി ഇന്റൻഷനലി ഗ്രൂപ്പാക്കി വരക്കണമെന്നൊന്നുമില്ല. ഗ്രൂപ്പാക്കി വരക്കാം, പക്ഷെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? ഇതിങ്ങനെ 3 ലൈൻസിന്റെ 4 ഗ്രൂപ്പുകളാണ് എന്നാണ് തോന്നുക. സോ വി പെർസീവ് ഓൾ ക്ലോസ്ലി സിറ്റുവേറ്റഡ്. അപ്പൊ അടുത്തടുത്തുള്ളതിനൊക്കെ നമുക്ക് ഒരുമിച്ചാണ് തോന്നുക എന്നുള്ളതാണ്. വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, നമ്മളൊരു കൂട്ടത്തിൽ ഇങ്ങനെ കുറെ ആളുകൾ നടന്നു വരികയാണ്, 2 പേര് ഇങ്ങനെ ഒപ്പം ഒരേപോലെ അല്ലെങ്കിൽ അടുത്തടുത്ത് നടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ ഒരുമിച്ച് വന്നതാണോ എന്ന്, അല്ലെ? നമുക്ക് അങ്ങനെ അബദ്ധം പറ്റാറൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ളതല്ലേ, അല്ലെങ്കിൽ വൈഫും ഹസ്ബൻഡും അല്ലേ, ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒരുമിച്ച് വന്നതാണ് അങ്ങനൊക്കെ വിചാരിക്കും. കാരണം വെച്ചാല് ആ ഒരു അതിന്റെ ഒരു അപ്പിയറൻസ് അത് ഭയങ്കര ക്ലോസ് ആയി പോയാൽ നമ്മൾ അതൊരു ഗ്രൂപ്പ് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. തെറ്റിദ്ധരിക്കുക മീൻസ് അങ്ങനെ പെർസീവ് ചെയ്യാറുണ്ട്. അതാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. സോ ലൊക്കേറ്റഡ് തിങ്സ് ആസ് എ ഗ്രൂപ്പ് അഥവാ നിയർലി ഓർ ക്ലോസ്ലി ലൊക്കേറ്റഡ് തിങ്സ് ആസ് എ ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മുടെ ബ്രെയിന് നമ്മൾ കാണാറുള്ളത് അല്ലെങ്കിൽ പെർസീവ് ചെയ്യാറുള്ളത്. സോ അതാണ് ഇവിടെ പറയുന്നത് നിയർനെസ് ഓഫ് ദ പാർട്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും അടുത്തടുത്തുള്ള വസ്തുക്കളെ നമ്മൾ ഒന്നായി കാണാൻ ശ്രമിക്കുക, ഒരു ഗ്രൂപ്പായി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ തിങ്സ് ദാറ്റ് ലുക്ക് സിമിലർ ആസ് സീൻ ആസ് എ ഗ്രൂപ്പ്. ഒരേപോലെ കണ്ടാൽ നമ്മൾ അവർക്ക് ഒരു ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ അങ്ങോട്ട് ധരിക്കും. അഥവാ ഒരേപോലെ കാണും, ഒരേ ഷേപ്പ് അല്ലെങ്കിൽ ഒരേ സൈസിൽ കാണുമ്പോൾ ഓക്കെ അവരെല്ലാവരും ഒന്നാണ് എന്നുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ നമ്മൾ കാര്യങ്ങളെ പെർസീവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ഇനി ലോ ഓഫ് സിമിലാരിറ്റി ആണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്ന PDF-ലേ ഇവിടെ ലോ ഓഫ് നിയർനെസ് എന്നുള്ളതാണ് കേട്ടോ. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു, ഞാനത് എഡിറ്റ് ചെയ്തതാണ്. ലോ ഓഫ് സിമിലാരിറ്റി ആണ്. Welthimer stated, other things being equal, the stimuli that are similar will have a greater tendency to be grouped at a single unit. ഇതാണ് ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഇതിൽ കുറച്ച് ട്രയാങ്കിൾസ് ഉണ്ട്, സർക്കിൾസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. സോ അത് നിങ്ങൾ കാണുമ്പോൾ എന്തും ഓക്കെ, ഒന്നാമത്തെ റോയിൽ ഫുള്ള് 4 ത്രികോണങ്ങളാണ്, പിന്നെ കുറച്ച് സർക്കിൾ ആണ്, പിന്നെ ചതുരങ്ങളാണ്. അവരങ്ങനെ ഒരു അറേഞ്ച് ചെയ്തിട്ടാണ് സിമിലർ വേല്, അതല്ലെങ്കിൽ ഒരേ ലൈനിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് എന്ന് തോന്നിപ്പോകും. പക്ഷെ അത് അങ്ങനെ അവരെല്ലാവരും ഒരു ഭാഗത്ത് വന്നു, സർക്കിൾ നടുക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ തിങ്സ് ബീങ് ഈക്വൽ, ഒരേപോലുള്ള വസ്തുക്കള്, ദ സ്റ്റിമുലി ദാറ്റ് ആർ സിമിലർ അല്ലെങ്കിൽ ഒരേപോലെ കാണുന്ന സ്റ്റിമുലി അല്ലെങ്കിൽ ഒരേപോലെ കാണുന്ന വസ്തുക്കള് വിൽ ഹാവ് എ ഗ്രേറ്റ് ടെൻഡൻസി ടു ബി ഗ്രൂപ്പ്ഡ്. അവർ നമ്മൾ എന്ത് ചെയ്യും? ഗ്രൂപ്പ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഈ ചിത്രത്തില് നമ്മൾ ആ ഒരു ട്രയാങ്കിൾസിനെ മാത്രം ഒരു ഗ്രൂപ്പായി ഒരു വരിയായി കാണാം, അല്ലെങ്കിൽ സർക്കിൾസിനെ മാത്രം ഒരുമിച്ച് കാണാം. അങ്ങനെ അവരെല്ലാവരും ഒരേപോലെയുള്ള ആളുകളാണ്, അതുകൊണ്ട് അവരെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് എന്ത് ചെയ്യും? അങ്ങനെ വരും എന്നുള്ളതാണ്. അതാണ് ലോ ഓഫ് ലോ ഓഫ് സിമിലാരിറ്റി. ഒരേ സിമിലർ ആയ വസ്തുക്കൾ ഒരുപോലെയാണെന്ന് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് തോന്നുക. ലോ ഓഫ് ക്ലോഷർ ആണ്. ദ ലോ ഇൻഡിക്കേറ്റ് ദാറ്റ്, ഇവിടെ ഈ ഒരു പിക്ചർ കണ്ടിട്ട് അതിലേക്ക് പോകുന്നത് നന്നാവും. ലോ ഓഫ് ക്ലോഷറിൽ ഇത് കണ്ടാൽ ഒരു ട്രയാങ്കിൾ ആണ്, ഒരു ത്രികോണമാണെന്ന് തോന്നും, പക്ഷെ അത് തമ്മിൽ കണക്ഷൻ ഇല്ല, 3 ലൈൻസ് മാത്രമാണ് അത് എന്നുള്ളതാണ് സത്യം. സോ ദ ലോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ക്ലോസ്ഡ് ഓർ കംപ്ലീറ്റ് ദ ഫിഗേഴ്സ് ആർ മോർ സ്റ്റേബിൾ ദാൻ ഇൻകംപ്ലീറ്റ് ഓർ അൺക്ലോസ്ഡ് ഫിഗർ ആൻഡ് ഹെൻസ് അവർ മൈൻഡ് ഫിൽ അപ്പ് ദ ഗ്യാപ്പ്. അപ്പൊ ആക്ച്വലി ഒരു അൺക്ലോസ്ഡ് ആയ ഒരു ഫിഗർ കണ്ടാൽ പോലും നമ്മുടെ മൈൻഡ് അതിനെ ഫില്ല് ചെയ്യും എന്നുള്ളതാണ്. ഇഫ് എനി ആൻഡ് പെർസീവ് ദ ഒബ്ജക്ട് ആസ് എ ഹോൾ ആൻഡ് കംപ്ലീറ്റ്. അങ്ങനെ ഇത് പരസ്പരം ഈ ഒരു ലൈൻസ് തമ്മിൽ കണക്ഷൻ ഇല്ലെങ്കിലും നമ്മുടെ മൈൻഡ് അത് കണക്ട് ചെയ്ത് അതൊരു ട്രയാങ്കിൾ ആണ്, അതല്ലെങ്കിൽ ഒരു ത്രികോണമാണെന്ന് നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്യും. നമ്മൾ അങ്ങോട്ട് അങ്ങനെയുള്ള ഒരു പെർസെപ്ഷൻ ആണ് നമുക്ക് കിട്ടുക. അതാണ് നമ്മൾ പെർസീവ് ചെയ്യുക എന്നുള്ളതാണ് ലോ ഓഫ് ക്ലോഷർ. അപ്പൊ അടുത്തടുത്തുള്ളതിനെ കണ്ടാല് ഒന്നാണ് എന്നുള്ളൊരു ഫീലിംഗ് വരാം.
അപ്പം ഇവിടെ വൈൽ പ്രൂഫ് റീഡിങ് മിസ്സിംഗ് ലെറ്റേഴ്സ് എസ്കേപ്പ് ഫ്രം അവർ അറ്റൻഷൻ. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് കാണാതെ പോകും. കാരണം നമ്മളതിലെ സ്പെല്ലിംഗ് തുടക്കത്തിൽ കണ്ടു, പിന്നെ നടക്ക് ചിലപ്പോൾ ഒരു എന്റെ അല്ലെങ്കിൽ ഓ ഒക്കെ മിസ്സിംഗ് ഉണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ കാണാതെ പോയേക്കാം. കാരണം മൈൻഡ് അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്ത് റീഡ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അതവിടെ ഫില്ല് ചെയ്തുകൊണ്ട് അങ്ങോട്ട് മൈൻഡ് റീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് ലോ ഓഫ് ക്ലോഷർ. അപ്പൊ അടുത്തടുത്ത് വരുന്നതെല്ലാം ഒന്നാണ്, അതല്ല അതൊരു കംപ്ലീറ്റ് ഐഡിയ ആണ്. ഒന്നാണെന്നല്ല, കംപ്ലീറ്റ് ഐഡിയ ആണ്, ഒരു ഹോളിസ്റ്റിക് വ്യൂ ആണ് എന്നുള്ളതാണ് ലോ ഓഫ് ക്ലോഷർ. ഇത് നെറ്റിൽ സെർച്ച് ചെയ്താലൊക്കെ ഇഷ്ടംപോലെ പിക്ചേഴ്സ് കാണാം കേട്ടോ. ഒന്നും രണ്ടും ഒന്നല്ല, ഒരുപാട് പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. ഇത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിലുള്ള പിക്ചേഴ്സ് ആണ് ഞാൻ കാണിച്ചിരുന്നത് എന്ന് മാത്രം. ദെൻ ലോ ഓഫ് കണ്ടിന്യൂവേഷൻ ആണ്, ഗുഡ് കണ്ടിന്യൂവേഷൻ. അതിന്റെ എക്സാമ്പിൾ ഞാൻ ഏറ്റവും താഴത്ത് കൊടുത്തിരിക്കണ്. നമ്മൾ കുറച്ച് ഡോട്ട്സ് ഇട്ടു, പക്ഷെ നമുക്കത് കണ്ടാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടൊക്കെ തോന്നും എന്നുള്ളതാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് organization in a perception appears to be going infinitely in the same direction. നമുക്കിപ്പോ ഒരേ ഇതിട്ട് കഴിഞ്ഞാല് അങ്ങനെ സെയിം ഡയറക്ഷനിൽ അത് അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കും എന്ന് നമുക്ക് തോന്നും. അതുപോലെ തന്നെ there is a tendency for factors to give direction, movement and continuation. ഇതേപോലെ ഡയറക്ഷൻസ് കൊടുക്കാനാണെങ്കിലും മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ തോന്നുന്നുള്ളതാണ്. ഒന്നോ രണ്ടോ ആളുകൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഓടുന്നൊരു പിക്ചർ കണ്ടാൽ പിന്നെ 3-4 ഇങ്ങനെ അത് തുടർച്ചയായിട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പെർസെപ്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ 2-3 കാണുമ്പോഴേക്ക് പിന്നെ ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് വരിക. അതാണ് ഇവിടെ ഡോട്ട്സ് ഒക്കെ. സീരീസ് ഓഫ് ഡോട്ട്സ് അപ്പിയർ ടു ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇത് ഒരു 10 അല്ലെങ്കിൽ 3-4 ഡോട്ട്സ് ഇട്ടാൽ പിന്നെ അതങ്ങനെ തുടർച്ചയായി പോവുകയായിരിക്കും എന്ന് നമ്മുടെ ആ ഒരു മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻ അങ്ങോട്ട് അതിന്റെ കണ്ടിന്യൂവേഷൻ കൊടുക്കുക. അതാണ് ലോ ഓഫ് ഗുഡ് കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് മൊത്തം 5 ലോസ് ആണ് ഇവിടെ വന്നത്. ഒന്ന് ലോ ഓഫ് പ്രാഗ്നൻസ് ആണ്, ജസ്റ്റാൾട്ടിലാണ് നമ്മൾ കാണുന്ന ചെറിയ ചെറിയ ബിസിനസ് ആസ് എ ഹോൾ നമ്മൾ ഒന്നിച്ച് ഒരൊറ്റ ഇമേജ് ആയി കാണുക എന്നുള്ളതാണ്. 2 ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ്, അഥവാ ക്ലോസ്ലി സിറ്റുവേറ്റഡ് ആയ വസ്തുക്കളെ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. 3 ലോ ഓഫ് സിമിലാരിറ്റി ആണ്, ഒരേപോലെ വരുന്ന വസ്തുക്കളെല്ലാം ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ് എന്നൊരു ഫീലിംഗ്. 4 ലോ ഓഫ് ക്ലോഷർ ആണ്, ഏറ്റവും അടുത്തുള്ളതിനെ അതല്ലെങ്കിൽ അടുത്ത് വരുമ്പോൾ അതൊരു കംപ്ലീറ്റ് ഐഡിയ ആണ്, ഒരു ക്ലോഷർ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. 5 ലോ ഓഫ് ഗുഡ് കണ്ടിന്യൂഷൻ ആണ്, അഥവാ 1, 2, 3 ഉറക്കത്തിൽ ഒരേപോലെ ഒരേ വസ്തുക്കൾ വന്നാൽ പിന്നീട് അങ്ങോട്ട് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലോ ഓഫ് കണ്ടിന്യൂവേഷൻ. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് വസ്തുക്കളെ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് അതല്ലെങ്കിൽ പെർസെപ്ഷൻ നടത്തുന്നത് എന്നുള്ളതാണ് ഈ 5 പെർസെപ്ഷൻ സ്ട്രാറ്റജീസിലൂടെ നമ്മൾ കണ്ടത്. ഇനി എറേഴ്സ് ഇൻ പെർസെപ്ഷൻ ആണ്. നമ്മൾ കാണുന്നതെല്ലാം ശരിയാണോ അതല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതെല്ലാം ശരിയാണോ? നിങ്ങൾക്ക് പിന്നെ നമ്മളിങ്ങനെ ഈ ഒരു ഇതൊക്കെ പഠിക്കുമ്പോൾ ഈ ഫിസിക്സിലൊക്കെ പല സംഭവങ്ങൾ പഠിക്കലില്ലേ? ഈ നല്ല വെയിലുള്ള റോഡിൽ പോകുമ്പോ നമ്മൾ എന്തൊക്കെ കാണുന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. വെള്ളമുള്ള പോലെ തോന്നും. ഓക്കെ, അതിനെന്ത് പക്ഷെ പേര്? അടുത്തെത്തുമ്പോ ഒന്നും ഉണ്ടാവില്ല. എന്തേനു? ക്ലിയർ ആണില്ല. സർ ഫൈറൂസ് റീജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. കോസ്റ്റുകൾക്ക് പറ്റണില്ല. ഓൾറെഡി ജോയിൻ വന്നില്ലല്ലോ. പക്ഷെ റീജോയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോ പറ്റുന്നില്ല. അത് അവരുടെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. നിങ്ങൾ സോ ഹിയർ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഇത്തരത്തിൽ പെർസെപ്ഷൻസ് എറർ ആവാനുള്ള 2 സാധ്യതകളെ കുറിച്ച് പറയാം കേട്ടോ. ഒന്ന് ഇല്യൂഷൻ ആണ്, 2 ഹാലൂസിനേഷൻ ആണ്. നിങ്ങൾ ഈ ഹാലൂസിനേഷനും ഇല്യൂഷനും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ചെയ്തിട്ടുണ്ടോ? എന്താണെന്ന് ജസ്റ്റ് ഇത് ക്ലാസ് നമുക്ക് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടോ നോക്കാം കേട്ടോ. ഇല്യൂഷൻ എന്ന് പറയുന്നത് വി മിസ്റ്റേക്ക്, ആദ്യം എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇത് തുടങ്ങിയിരിക്കണത് മിസ്റ്റേക്ക് എ റോപ്പ് ലൈങ് ഇൻ ദ ബാക്ക്യാർഡ് ഫോർ എ സ്നേക്ക് അറ്റ് നൈറ്റ്. ഒന്നുമില്ല, മുറ്റത്തോ എവിടെയെങ്കിലും നമ്മൾ ഒരു കയറ് കിടക്കണുണ്ടാല് അത് പാമ്പാണെന്ന് തോന്നുക. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നാറുണ്ടോ? തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലീസ്
appear to be moving to a passenger of a moving train. അല്ലെ? അഥവാ അവിടെ പ്ലീസ് അപ്പിയർ എന്നല്ല കേട്ടോ, എന്തോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ആക്ച്വലി. നമ്മള് ബസ്സിലൊക്കെ ഇങ്ങനെ പോകുമ്പോ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്നുണ്ട്, നമ്മളിങ്ങനെ മാത്രം അവിടെ മുന്നിൽ നിൽക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടല്ലേ? ബസ്സിലേക്ക് പോകുമ്പോ മരങ്ങളൊക്കെ ഓടുക അല്ലെ, മനുഷ്യന്മാര് നടന്നു പോവാ. ചെറുതാകുമ്പോ തോന്നിണ്ടായിരുന്നു. അത് പറയുമ്പോൾ ചെറുതാകുമ്പോ നല്ല ഫീൽ ചെയ്യൂല്ലേ? 2 ട്രെയിനുകള് ഓപ്പോസിറ്റ് വന്ന് നിന്നിട്ട് ഒരു ട്രെയിന് പോകുമ്പോ നമ്മുടെതാണ് പോണെന്ന് തോന്നിയോ? അത് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ തോന്നലുണ്ടാവും ചിലപ്പോ. ഉണ്ട്. പിന്നെ അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ ആണ്, illusions are wrong or mistaken perception which fails to correspond with the situation as objectively assessed. അഥവാ ഇത് ആക്ച്വലി ഒരു ഫാൾസ് ഓർ റോങ് പെർസെപ്ഷൻ ആണ്. യഥാർത്ഥത്തിൽ ഇല്ല എന്നാൽ നമുക്കത് തോന്നുകയാണ്. പക്ഷെ അതിനവിടെ ഒരു എന്തുണ്ടോ, ഒരു റീസൺ ഉണ്ട്. ഓക്കെ, ഒരു സ്റ്റിമുലി ഉണ്ട്. ഇറ്റ് ഈസ് സെൻസറി ബേസ്ഡ് ആൻഡ് നീഡ് എ സ്റ്റിമുലി. അവിടെ നമ്മൾ കാണുന്ന കയറ് ഒരു സ്റ്റിമുലിയാണ്, പാമ്പാണ് തോന്നിയ കയറ് ഒരു സ്റ്റിമുലിയാണ്. അവിടെ എന്തോ ഉണ്ട്. ഓക്കെ, അതിനെ പക്ഷെ നമുക്ക് എന്താ വേറെ ഒന്നായിട്ടാണ് തോന്നുക. അതൊരു ഫാൾസ് പെർസെപ്ഷൻ ആണ്. അപ്പോ ഇല്യൂഷൻ എന്ന് പറയുന്നത് ഫാൾസ് പെർസെപ്ഷൻ ആണ്. ആക്ച്വലി അവിടെ എന്തുണ്ട്, ഒരു ഇൻപുട്ട് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു സ്റ്റിമുലി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതിൽ ടൈപ്സ് ഓഫ് ഇല്യൂഷൻസിൽ ഒരു 4-5 ടൈപ്സ് പറയുന്നുണ്ട്. ഇല്യൂഷൻ ഓഫ് മൂവ്മെന്റ്, അല്ലെ? എ സ്പോട്ട് ഓഫ് ലൈറ്റ് ഈസ് അപ്പിയർ ടു ബി മൂവിങ് അറൗണ്ട്. നമ്മളിപ്പോ ഒരു എന്താ പറയാ, കറങ്ങുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വസ്തു നമ്മളിങ്ങനെ ഇതാകുമ്പോ ചുറ്റും ഇങ്ങനെ അത് മൂവ് ചെയ്യുന്ന പോലെ, അതല്ലെങ്കിൽ ഇപ്പൊ ഈ ചന്ദ്രനൊക്കെ ഉണ്ടല്ലോ, ചന്ദ്രൻ കൂടെ വരുന്നത് ഇതിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളേ? ചന്ദ്രനല്ലേ? ചന്ദ്രേട്ടനല്ല. ഓക്കെ, നമ്മള് കുട്ടിയോട് പറയില്ലേ, നമ്മള് കൂടെ പോരുന്നുണ്ട്, വേഗം ചോറ് കഴിച്ചോ എന്നൊക്കെ പറയില്ലേ? അങ്ങനൊക്കെ പറയോ സർ? നമ്മൾ വണ്ടിയിലൊക്കെ പോണ സമയത്ത് കൂടെ പോരുന്ന പോലെ തോന്നും. അത് തോന്നലുണ്ട്. ഓക്കെ, ഇവിടെ ആക്ച്വലി ഇത് മൂവ് ചെയ്യാത്ത ഒരു വസ്തു മൂവ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുക. ഓക്കെ, then illusion of perspective ആണ്. 2 parallel lines appear to meet at a long distance. അഥവാ 2 ലൈന് കണ്ടാൽ നമ്മളിപ്പോ ട്രെയിനിന്റെ പാളൊക്കെ പോലെ അല്ലെ, ട്രെയിനിന്റെ ആ ഒരു പാളത്തിൽ പോയാൽ എന്താ തോന്നുക, അങ്ങനെ കുറെ കഴിഞ്ഞ ചെറുതായി ഇങ്ങനെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് തോന്നൂല്ലേ? കൂട്ടിമുട്ടും തോന്നും അല്ലേ? ഈ റെയിൽവേന്റെ അവസാനം കണ്ടോ? എവിടെ പോയാലും റെയിൽവേ സ്റ്റേഷനിൽ പോയാലൊക്കെ 2 ഭാഗത്തേക്കും ഇങ്ങനെ വിശാലമായി സ്ട്രെച്ച് ചെയ്ത് ഇറക്കണ റെയിൽവേ ഇതാണല്ലോ നമുക്ക് തോന്നുക. അതിന്റെ ഇത് എൻഡ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണേ? ചിലയിടത്തില് ആ ട്രാക്കിന്റെ എൻഡ് ഉണ്ടാവും, അപ്പൊ അവര് മറ്റേ ട്രാക്കിലേക്ക് കേറും. അതല്ല, അത് അവിടെ ആ സ്റ്റേഷനത്തെ ഒരു താൽക്കാലിക അവസാനമാണ്. ശരിക്കും റെയിൽവേ അവസാനിച്ചു കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉണ്ട്, നിലമ്പൂര് പോയാൽ മതി. നിലമ്പൂര് ഉണ്ടെന്നല്ല, അവിടെ പോയി കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് ആ ഏറ്റവും എൻഡിൽ എന്താ ഉള്ളേ? ഏറ്റവും എൻഡില് അവിടെ അവസാനിക്കല്ലേ? എങ്ങനെ അവസാനിക്കണേ? ട്രാക്ക് നിക്കല്ലേ? വെറുതെ നിൽക്കുന്നില്ല, അവിടെ കൃത്യമായ ബോർഡൊക്കെ ഉണ്ടാവും. അതിന്റെ ഫിനിഷിംഗ് ലൈനാന്നൊക്കെ ഉള്ള എന്തൊരു ടേം ഒക്കെ ഉണ്ടായി, വേർഡൊക്കെ ഉണ്ടായിന്, ഓർക്കില്ല. നിലമ്പൂര് ഇങ്ങനെ ഇടത് ഭാഗത്തുള്ള കുറച്ച് മുന്നിലും വലത് ഭാഗത്തുള്ള കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ, അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് തന്നെ കുറച്ച് വീടും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങള് ഈ റെയിൽവേന്റെ അവസാനം എൻഡ് കാണാൻ വേണ്ടി മാത്രം നിലമ്പൂര് പോയിക്കണ്. അതുകൊണ്ട് ആധികാരികമായി പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു ആഗ്രഹം, കാരണം എവിടെ നോക്കിയാലും ഈ റെയിൽവേ പാളങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കണല്ലോ നമ്മൾ കാണുന്നത്. ഇത് അവസാനിക്കുന്ന ഒരു സ്ഥലം എന്നുള്ളവർക്ക് പോയതാണ്. പിന്നെ അതുപോലെ റിവേഴ്സിബിൾ പെർസ്പെക്റ്റീവ് ഫിഗേഴ്സ്, നമുക്ക് തല തിരിഞ്ഞു തോന്നുക, റിവേഴ്സിബിൾ ആയി തോന്നുക, അഥവാ മുന്ന് ബാക്ക് മുന്നും അത്തരത്തിലുള്ള റിവേഴ്സിബിൾ ആയിട്ട് ഫീൽ ചെയ്യാം. ഇതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല കേട്ടോ, അതിനടുത്ത് മാത്രം ജസ്റ്റ് ടേംസ് ഇട്ടുകണേ. പിന്നെ 4 മുള്ളർ ലൈൻ ഇല്യൂഷൻ. 2 lines of the same length appear to be different length. നമ്മൾ ഒരേ ലൈന് വരച്ചിട്ടേ ഒന്നിങ്ങനെ പുറത്തേക്ക് അരമാർക്കും 2 ഉള്ളിലേക്ക് അരമാർക്കും ഇട്ടാല്
രണ്ട് സൈസ് ആയിട്ട് തോന്നും. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണൽ ഇല്യൂഷൻ എന്ന് അതിനെ പറയും. അഥവാ നമ്മൾ ആരോ മാർക്ക് ഇങ്ങനെ ഇടുന്നതനുസരിച്ച് ആ ഒരു ലൈനിന്റെ ലെങ്ത് ഇങ്ങനെ കൂടിയതും കുറഞ്ഞതായിട്ട് തോന്നും. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. നമുക്ക് കണ്ണാടിയിലൊക്കെ ഇങ്ങനെ കാണുന്ന തരത്തിലുള്ള അഥവാ സൈഡ് മാറി തോന്നുക, അതല്ലെങ്കിൽ ചെറുതായി തോന്നുക, വലുതായി തോന്നുക, അത്തരത്തിലുള്ള കുറച്ച് ഇല്യൂഷൻസ്. അതിലിങ്ങനെ ഈ ഒരു ഇല്യൂഷന്റെ ടൈപ്സ് ആണ് കൂടുതൽ മെയിൻ ഉള്ളൂ. ഇതിങ്ങനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളിതിൽ ഇല്ല. ഇല്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ ഹാലൂസിനേഷൻ ആണ്. ഇന്ന് നമ്മുടെ ക്ലാസ് അധികം നേരം ഉണ്ടാവില്ല കേട്ടോ. എന്ത് സർ? ഒന്നുമില്ല, ഇന്ന് ഇത് ഒരുപാട് ടോപ്പിക്സ് ഇല്ല, ലാസ്റ്റ് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ്. സോ ഫോൾസ് പെർസെപ്ഷൻ അല്ലെങ്കിൽ എറേഴ്സ് ഇൻ പെർസെപ്ഷനിൽ ഒന്ന് ഇല്യൂഷൻ ആണ്, അതൊരു ഫോൾസ് പെർസെപ്ഷൻ ആണ്. ഒരു സ്റ്റിമുലി ഉണ്ട്, എന്നാൽ ആ സ്റ്റിമുലി നമുക്ക് മറ്റൊന്നായി തോന്നുക എന്നുള്ളതാണ് കയറ് പാമ്പായി തോന്നുന്ന പോലെ. രണ്ട് ഹാലൂസിനേഷൻ ആണ്. ഹാലൂസിനേഷൻ എന്നുള്ളത് ഒരു ഫോൾസ് പെർസെപ്ഷൻ ആണ്. ആക്ച്വലി ഇറ്റ് ഹാസ് നോ സെൻസറി ബേസിസ്. അഥവാ നമ്മൾ കാണുകയോ കേൾക്കുകയോ തൊടുകയോ ഒന്നും ചെയ്യാത്തത് ഉണ്ട് എന്ന് തോന്നുക, എന്നോട് ആരോ സംസാരിക്കുന്നു എന്ന് തോന്നല്, അവിടെ അല്ലെങ്കിൽ എന്റെ പിറകിൽ ആരോ വരുന്നുണ്ട്, അഥവാ എനിക്കവിടെ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നല്. ഇറ്റ് ഹാസ് നോ സെൻസറി ബേസിസ്. ഈ ഇല്യൂഷനും ഹാലൂസിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാല് ഇല്യൂഷനിൽ സെൻസറി എക്സ്പീരിയൻസ് ഉണ്ട്, ഹാലൂസിനേഷനിൽ അതില്ല. ഓക്കെ, അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. നോ നീഡ് ഓഫ് എക്സ്റ്റേണൽ സ്റ്റിമുലി. നിങ്ങൾക്ക് ഇങ്ങനെ ആരെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അഥവാ ഇല്ലാത്ത സൗണ്ട് കേൾക്കുക, ഇല്ലാത്ത വസ്തു കാണുക, ഇതാണ് അതിന്റെ ശരിക്കുള്ള സാധനം. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? ഹൊറർ മൂവി ഒക്കെ കണ്ടു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 2 ദിവസം ഉണ്ടാവും. 2 ദിവസം ഉണ്ടാവും അല്ലെ. ഇവിടെ സ്പോട്ടിങ് ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ ഗോസ്റ്റ് എന്ന സാധനം ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡോറ് മുട്ടണമായിട്ട് തോന്നുക, ആരെങ്കിലും വിളിക്കണമായിട്ട് തോന്നുക, അങ്ങനെയൊക്കെ ചെയ്യും. എനിക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. ആ കൗൺസിലിംഗിൽ പിന്നെ ഒരു ലേഡിയാണ്. ആ ലേഡിക്ക് അഥവാ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു ലേഡിയാണ്. അപ്പം അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരോട് ആരൊക്കെയോ സംസാരിക്കുകയാണ്. അഥവാ നിങ്ങൾക്ക് അസുഖമുണ്ട്, അത് മാറൂല, നിങ്ങൾ സന്തോഷിക്കൂല എന്നൊക്കെയുള്ള തരത്തിൽ ഒരാളിങ്ങനെ പറയാ. പിന്നെ കണ്ണടച്ചാല് നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്റർ അതിന്റെ ലൈറ്റ് ഒക്കെ അല്ലേ, മുകളിൽ നിന്ന് ഇങ്ങനെ മറ്റേ വട്ടത്തിൽ റൗണ്ടിലുള്ള ലൈറ്റ് അല്ലേ, ഓപ്പറേഷൻ തിയേറ്റർ ലൈറ്റ്, അതിങ്ങനെ കണ്ണിൽ കാണുക, അഥവാ പേടിപ്പെടുത്തുന്ന കാഴ്ചകൾ കാണുക, അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കുക. ഈ രണ്ടും ഇല്ല, അഥവാ രണ്ടും ഹാലൂസിനേഷൻ ആണ് ആക്ച്വലി. അപ്പം അങ്ങനെ എന്താ കാരണം അറിയോ, അല്ലെങ്കിൽ എന്താ സംഭവം അറിയോ? എന്തോ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ എല്ലാം കേട്ടിട്ടുണ്ടോ? ഡിപ്രഷനോ? അല്ല, വിൻഡ് എന്തോ പോകുമ്പോ അങ്ങനൊന്നും ഇല്ലേ? എന്താ കാറ്റ് വരുമ്പോ ഒരു ഓട്ടമില്ലെങ്കിൽ അതുകൊണ്ടോ? എന്തോ കാസർഗോഡ് ഭാഷ ഒന്നും മനസ്സിലായി. അറിയല. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിൽ ആക്കിയിട്ടൊന്ന് പറഞ്ഞു തരുമോ കേട്ടോ? ഓക്കെ, അറിയില്ല, സോറി സർ. ഓക്കെ, ഡിപ്രഷൻ അത് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു നിൽക്കാം. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നുള്ള സാധനം ഉണ്ട്. ഡെലിവറിക്ക് ശേഷം എന്താ ആൻസൈറ്റി ഒരു ഫാക്ടറാണോ? ആൻസൈറ്റി അത് അതിന്റെ സിംറ്റംസ് ആണ് ആക്ച്വലി. ആൻസൈറ്റി എനിക്കൊരു ഉദാഹരണം പറയാനുള്ളത്, നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും കുഞ്ഞിന്റെ കരച്ചിൽ നമുക്ക് റിപ്പീറ്റ് ആയി കേട്ടോണ്ടിരിക്കും. കുഞ്ഞ് കരഞ്ഞാലും കരഞ്ഞില്ലെന്നും, അത് നമ്മൾ അടുത്ത റൂമിലൊക്കെ ആണെങ്കിൽ നമ്മള് കുഞ്ഞ് കരയുന്നില്ലായിരിക്കും. നമ്മള് റൂമിന്റെ വെളിയിലാണെങ്കിൽ നമുക്ക് കുഞ്ഞിന്റെ കരച്ചിൽ സ്വപ്നമല്ല റിയല്ല. ആക്ച്വലി അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും. ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാൾക്ക് എത്ര പറഞ്ഞാലും കൃത്യമായി മനസ്സിലാവില്ല എന്നുള്ളതാണ്. കാരണം അത് അതങ്ങനെ കേൾക്കണത് നമുക്ക് മനസ്സിലാവൂലേ, ഞാൻ കേൾക്കണില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ആക്ച്വലി ഇതൊരു മാനസിക അവസ്ഥയാണ്. പക്ഷെ എന്റെ മുന്നിൽ വന്ന കേസ് ഞാൻ ആദ്യം വിചാരിച്ചത് അതൊരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആണെന്നാണ് വിചാരിച്ചത്. കാരണം ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് കുറച്ച് അല്ലെ, ഇതില് ലേഡീസ് പറയോ, നിങ്ങൾക്ക് അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അനുഭവിച്ചിട്ടുണ്ടോ? ഓക്കെ, ആ സമയത്ത് എല്ലാവരോടും ദേഷ്യം, കുട്ടിയോട് ദേഷ്യം അല്ലെ, ഓവർ ആങ്സൈറ്റി പറഞ്ഞ പോലെ ഓവർ ആങ്സൈറ്റി ഉണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ സംശയരോഗം ഉണ്ടാവും, ഉറക്കം കിട്ടാത്തത്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതിലുണ്ടാവും.
എല്ലാം ഉറക്കമില്ലായ്മ ഒരു കാരണമാണ്. ഉറക്കമില്ലായ്മ കാരണമാണ്. അപ്പൊ അത് എല്ലാതും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ചിലതൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇതെന്താ വെച്ചാലേ ഇത് നമ്മൾ സംസാരിച്ച് നോക്കുമ്പോൾ ഡെലിവറിക്ക് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ഈ നിങ്ങള് ഇത് കേട്ടിട്ടുണ്ടോ? ഫോബിയ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ട്രോമ ആൻഡ് ഫോബിയ എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങളുണ്ട്. ട്രോമ എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ പേടിക്കാം. ഇപ്പോ ബസ്സിൽ പോയി, ബസ് ഇടിച്ചു, പിന്നീട് ബസ് കയറാൻ പേടി. ഫോബിയ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ വസ്തുക്കളെ എന്തെങ്കിലും കണ്ടു പേടിക്കുക, പാമ്പിനെ പേടി, തേളിനെ പേടി, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ പലതരം പേടികൾ നമ്മളെ ചെയ്ത്. ഇത് ആക്ച്വലി ഈ സ്ത്രീക്ക് സംബന്ധിച്ചാൽ ആ ഒരു പ്രഗ്നൻസി സമയത്ത് ഉണ്ടായ ബ്ലീഡിങ്ങും അങ്ങനത്തെ കുറച്ച് പേടികളൊക്കെ ആയിരുന്നു. പിന്നെ മുമ്പത്തെ ഡെലിവറിന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഡിപ്രഷൻ, അതിന്റെ ഒരു ആ പേടിപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ വിട്ടുപോകാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ ചില ഒരു ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അഥവാ ഇല്ലാത്തത് കേൾക്കുന്നതിന് പറയുന്ന പേരാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ. ഓക്കെ, നമുക്കത് ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, തെറപ്പി കൊടുത്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. സോ എനിവേ ഇതൊരു ഫാൾസ് പെർസെപ്ഷൻ ആണ്. അഥവാ ഒരു സൗണ്ട് നിലവിൽ അവിടെ ഇല്ല, പക്ഷെ അതിങ്ങനെ കേൾക്കും. ഓക്കെ, അതവിടെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ നമുക്ക് രണ്ട് എറേഴ്സ് ഇൻ പെർസെപ്ഷനിൽ രണ്ട് പോയിന്റ്സ് ആണ്. ഒന്ന് ഇല്യൂഷൻ, രണ്ട് ഹാലൂസിനേഷൻ. ഇത് തമ്മിൽ മാറിപ്പോകരുത് എന്നാണ് പറയാനുള്ളത്. ഇനി മെമ്മറി എന്നുള്ളതിലേക്കാണ്. ഓക്കെ, നമ്മുടെ തലയിൽ പ്രധാനമായിട്ടും എത്ര തരം മെമ്മറി ഉണ്ട് എന്നറിയോ? ഇതില് പല സിലബസിലും പല ടോപ്പിക്സ് ആണ്. ഞങ്ങള് MA സൈക്കോളജി പഠിച്ചപ്പോൾ അതിൽ 3 തരം മെമ്മറീസ് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? ഇതിലിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന മെമ്മറീസ് അല്ല, ഇത് വേറെയാണ്, അത് വേറെ ആയിരുന്നു. സെൻസറി മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി എന്നൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത്. ദാറ്റ് മീൻസ് ഇഗ്നോന്റെ സിലബസിലുള്ളത് ഇതൊക്കെയാണ്. ഇവിടെ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അറിയോ? കേട്ടിട്ടില്ല. ഓക്കെ, നമുക്ക് പറയാം കേട്ടോ. സോ മെമ്മറി എന്നുള്ളതാണ് നമ്മുടെ തലയിൽ മെമ്മറി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയില്ലേ? നമ്മുടെ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, ഇത്തരം ഡിവൈസസ് ഒക്കെ മനുഷ്യനെ കേന്ദ്രീകരിച്ചാണ്, നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം ബേസ് ചെയ്തിട്ടാണ് അതിൽ മെമ്മറി സെറ്റ് ചെയ്തിട്ടുള്ളത്. അതില് റാം ഉണ്ട്, റോം ഉണ്ട്. അതറിയോ? നമ്മുടെ ഫോണിൽ റാം ഉണ്ട്, റോം ഉണ്ട്. റാം എന്ന് പറഞ്ഞാൽ എന്താ? റാൻഡം ആക്സസ് മെമ്മറി. താൽക്കാലിക വിവരങ്ങൾ മാത്രം സേവ് ചെയ്ത് വെക്കുന്ന മെമ്മറിയാണ്. അവിടെ പിന്നെ പെട്ടെന്ന് ഉടുക്ക് കൊണ്ടുപോകണത് റോമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. റോം എന്താ? റീഡ് ഓൺലി മെമ്മറിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ തലയിലും അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് വരാം. സോ മെമ്മറൈസേഷൻ എന്ന് പറയുന്നത് കപ്പാസിറ്റി ടു റീപ്രൊഡ്യൂസ് വാട്ട് ഈസ് ലേൺഡ്. നമ്മൾ എന്താണോ പഠിച്ചത് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ റിട്രീവ് ചെയ്യണം. അതിന് പറ്റുന്നതാണ് മെമ്മറി, അല്ലെ? ഒരുപാട് പഠിച്ചു, പിന്നെ ഒന്നും ഓർമ്മയില്ല. നമുക്ക് പഠിച്ചപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു, പിന്നെ ഒന്നും ഓർമ്മയില്ല എന്നതിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഫോർഗെറ്റിംഗ് എന്നുള്ള ഒരു സിസ്റ്റം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇഗ്നോന്റെ സിലബസിലുള്ള പോലെയല്ല നമ്മുടെ ഈ ഒരു സിലബസിലുള്ളത്. ഇവിടെ 3 stages ഓഫ് റിമെമ്പറിങ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതില് അഥവാ ആദ്യം പറയുന്നത് ടൈപ്സ് ഓഫ് മെമ്മറി അല്ല, ടൈപ്സ് ഓഫ് മെമ്മറി ഇനി വരുന്നുണ്ട്. ഇവിടെ ആദ്യം എങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ മെമ്മറൈസേഷൻ പ്രോസസ് എന്താണ് എന്നുള്ളതാണ്. ഒന്ന് ലേണിംഗ് ഓർ മെമ്മറൈസിങ് എന്നുള്ളതാണ്. 2 റിറ്റൻഷൻ ഓർ സ്റ്റോറിംഗ് എന്നുള്ളതാണ്. 3 റിട്രീവിംഗ് ഓർ ഗെയിനിങ് ആക്സസ് ടു ഇറ്റ് എന്നുള്ളത്, അഥവാ റിക്കോൾ എന്നുള്ളതാണ്. അപ്പൊ ലേണിംഗ് ഓർ മെമ്മറൈസിങ് എന്നുള്ളത് അത് നമ്മൾ അസിമുലേഷൻ ആണ്. നിങ്ങള് സൈക്കോളജിയിൽ അസിമുലേഷൻ, അക്കോമഡേഷൻ എന്നൊക്കെ സാധനം വരാണ്ട്, നിങ്ങൾക്ക് ഇതിലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അസിമുലേഷൻ, അക്കോമഡേഷൻ ഒന്നുമില്ല. നമ്മളൊരു പുതിയ ഡാറ്റ നമ്മൾ പഠിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ആക്ച്വലി അസിമുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സ്കീമ നമ്മൾ ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അറിവ് അവിടെ വെച്ചിട്ട് പുതിയ അറിവുകളെ സ്വീകരിക്കുന്നതാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. സോ ലേണിംഗ് ഡിപ്പെൻഡ്സ് ഓൺ നാച്ചർ ഓഫ് ലേണിംഗ് മെറ്റീരിയൽ. നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ എന്താണോ അതിന്റെ ലെങ്ത്, എമൗണ്ട്, മീനിങ്സ്, കോംപ്ലക്സിറ്റി, അസോസിയേഷൻ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു കാര്യത്തെ മെമ്മറൈസ് ചെയ്യുക. അഥവാ ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടി. ആ ഫ്രണ്ടിന്റെ പേര് നമ്മുടെ സിസ്റ്റർ പേരിനോട് സെയിം ആണെങ്കിൽ നമ്മൾ ആ പേര് പെട്ടെന്ന് പഠിക്കും. എന്നാൽ ഇതുവരെ കേൾക്കാത്ത ഒരു പേരാണെങ്കിലോ
ആ കുട്ടിയുടെ പേര് അല്ലെങ്കിൽ ആ ഫ്രണ്ടിന്റെ പേര് പഠിച്ചെടുക്കാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും അല്ലേ? പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. അതാണ് ആ ഒരു അസോസിയേഷൻ. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാണ്, ഓക്കെ ഇതിന്റെ സിസ്റ്റർ അതേ പേരാണെന്ന് പറഞ്ഞാൽ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് വെക്കുകയാണ് ആക്ച്വലി. അപ്പൊ കോംപ്ലക്സ് ആയ ടേംസ്, കോംപ്ലക്സ് ആയ ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതും ചെറുതും സിമ്പിൾ ലാംഗ്വേജ് ഉള്ളതൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. സോ നാച്ചർ ഓഫ് ദ ലേണർ, ഈ റിമെമ്പറിങ്ങിന്റെ അല്ലെങ്കിൽ ലേണിങ്ങിന്റെ മറ്റൊരു ഫീച്ചറാണ് അതിന്റെ ലേണറുടെ സ്വഭാവം. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലേണിംഗ് നടക്കുക എന്നുള്ളതാണ്. അവരുടെ ഫിസിക്കൽ കണ്ടീഷന്, ഇന്റലിജൻസ്, ഇൻട്രസ്റ്റ്, മോട്ടിവേഷൻ, നീഡ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ലേണിംഗ് നടക്കുക. ഇപ്പോൾ ഫിസിക്കൽ കണ്ടീഷൻ, നമുക്ക് ഫിസിക്കലി ഭയങ്കര ടയേർഡാ, ആ സമയത്ത് എത്ര പഠിച്ചാലും വണ്ടി കയറൂല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവൂല, ക്ലാസ് എടുത്താൽ മനസ്സിലാവൂല, കാരണം ഫിസിക്കലി നമ്മൾ വീക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്മറി വർക്കിംഗ് കണ്ടീഷൻ കുറവായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്റലിജൻസ് അഥവാ നമ്മുടെ IQ അല്ലെ, ഇന്റലിജന്റ് അത് നമ്മുടെ ഇൻട്രസ്റ്റ്. ഇപ്പൊ ഇന്ന് പഠിക്കാൻ നല്ല താല്പര്യമുണ്ട്, അല്ലെങ്കിൽ രാവിലെ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പൊ ഇന്ന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ആ സമയത്ത് ലേണിംഗ് നടക്കൂല എന്നുള്ളതാണ്. ആൻഡ് മോട്ടിവേഷൻ അല്ലെ, നമ്മൾ മോട്ടിവേറ്റഡ് അല്ല, നമ്മൾ ഭയങ്കര വീക്ക് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു എക്സോസ്റ്റഡ് ആണ്, ആ സമയത്ത് പഠിക്കാൻ ഇരുന്നിട്ട് കാര്യമില്ല. അതുപോലെ നമുക്ക് നീഡ്, നമുക്ക് ആവശ്യമില്ല, പഠിക്കണം എന്നുള്ള ഒരു ആവശ്യം നമുക്കില്ലെങ്കിൽ നമുക്കത് പഠിയൂല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലേണിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ലേണിംഗ് മെത്തേഡ്. നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതും കൂടിയും അതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ഭയങ്കര മീനിങ് ഫുൾ ആയി പഠിക്കണോ, അഥവാ എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിന്റെ റീസണും അതിന്റെ യുക്തി അതിന്റെ പിന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുന്നതും റോഡ് ലേണിംഗ്, വെറുതെ കാണാപ്പാടെ പഠിക്കണം, തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ മീനിങ് ഫുൾ ആയി പഠിച്ചാൽ അത് എന്ത് ചെയ്യും, നമ്മളിൽ സസ്റ്റെയിൻ ചെയ്യും. റോഡ് ലേണിംഗ് ആണെങ്കിൽ നമ്മൾ ചില ആളുകളുണ്ടല്ലോ, ഈ പരീക്ഷയ്ക്ക് മുമ്പ് ഫുള്ള് കാണാതെ പഠിച്ചിട്ട് ആൻസർ ഷീറ്റിൽ ഫുള്ള് ഛർദ്ദിച്ചു വെക്കും, പിന്നെ അത് ഒരു ഓർമ്മ ഉണ്ടാവില്ല, പിന്നീട് അതിനെ കുറിച്ച് നമുക്ക് അങ്ങനെ അറിയൂല. സോ അത്തരത്തില് നമുക്ക് വേണമെങ്കിൽ റോഡ് ലേണിംഗ് നടത്താം, വെറുതെ ബൈഹാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അതുപോലെ തന്നെ സ്പേസ്ഡ് ആൻഡ് മാസ്ഡ് ലേണിംഗ്, ഇതൊന്നും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനൊന്നുമില്ല. നമ്മൾ ഒരു ചെറിയ ചെറിയ കോണ്ടന്റുകൾ കുറച്ച് പഠിച്ചു വെക്കുന്നതും ഒരുപാട് ഇരുന്നിട്ട് ഒന്നിച്ച് കയറ്റുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അഥവാ നമ്മൾ എന്ത് ചെയ്യുക, അത് കുറച്ച് സ്പേസ് ചെയ്തിട്ട്, അഥവാ നമ്മൾ കുറച്ചു നേരം പഠിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, ചെറിയ ടോപ്പിക് പഠിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, അത്തരത്തിൽ നമ്മൾ പാർട്ടായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഭയങ്കര ഒന്നിച്ചുകൂടെ വായിച്ചെടുത്താൽ ഒന്നുമില്ലാത്തൊരവസ്ഥ വരും. അതേപോലെ തന്നെ മുന്നിൽ കാണുന്നതിന് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റണം, കണക്ട് ചെയ്യാൻ പറ്റണം. സോ കണക്ട് ചെയ്യാൻ കഴിയുന്നതാണ് മെമ്മറിയിൽ കൂടുതൽ നിൽക്കുക എന്നുള്ളതാണ്. സോ അപ്പൊ ഒരു ഒന്നാമത്തെ സ്റ്റെപ്പ് ആക്ച്വലി ലേണിംഗ് ഓർ മെമ്മറൈസിങ് എന്നുള്ളതാണ്. 2 റിട്ടൻഷൻ ഓർ സ്റ്റോറിംഗ് ആണ്, അഥവാ നമ്മുടെ ബ്രെയിനിൽ അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അത് റിറ്റെയിൻ ചെയ്യണം, സ്റ്റോർ ചെയ്യണം. കാരണം മെമ്മറിയിൽ ഒരു വസ്തു കൂടുതൽ സമയം സ്റ്റോർ ചെയ്യാൻ, അതല്ലെങ്കിൽ എന്നും ബ്രെയിനിൽ ഉണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്താ അറിയോ? ഒരു സാധനം നമുക്ക് പഠിച്ചു, അത് നമ്മുടെ ബ്രെയിനിൽ നിൽക്കണം, അത് അവിടെ സ്ഥിരമായി നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട സിമ്പിൾ പ്രൊസീജിയേഴ്സ് എന്താണ് അറിയോ? റിപ്പീറ്റ് ചെയ്യുക. യെസ്, ഫസ്റ്റ് വൺ റിപ്പീറ്റ് എന്നുള്ളതാണ്. അത് വീണ്ടും വീണ്ടും ഓർത്തിരിക്കുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക എന്നുള്ളതാണ്. 2 പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുന്നത് ഏകദേശം ഒന്നല്ലേ? അതിന്റെ കൂടുതൽ വേരിയൻസിലേക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. പിന്നെ വേറെ ഒന്നാണ് അത് അസോസിയേറ്റ് ഓർ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. അഥവാ നമ്മുടെ ലൈഫുമായി കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ നമ്മളിലുള്ള നമുക്ക് മുന്നറിവുകളിലേക്ക് അത് കണക്ട് ചെയ്ത് നോക്കുന്നു, നമ്മുടെ എക്സ്പീരിയൻസിലേക്ക് കണക്ട് ചെയ്ത് നോക്കുന്നു, നമ്മുടെ ഐഡിയാസിലേക്ക് കണക്ട് ചെയ്ത് നോക്കുന്നു. അങ്ങനെ അതിനെ കണക്ട് ചെയ്യുക, അതിനെ വിഷ്വലൈസ് ചെയ്യുക, അതിനെ പ്രാക്ടിക്കലൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് വെച്ചാലാണ് അത് റിട്ടൻഷൻ ഉണ്ട് അല്ലെങ്കിൽ സ്റ്റോറിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ. അങ്ങനെ കൃത്യമായി നമ്മൾ സേവ് ചെയ്തത് മാത്രമേ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ, റീകോൾ ചെയ്യാൻ പറ്റുള്ളൂ, തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. സോ 3rd സ്റ്റേജ് ദാറ്റ് ഈസ് റീകോളിംഗ് ഓർ റിട്രീവിങ്. അപ്പൊ 1 മെമ്മറൈസിങ് ആണ്, ലേണിംഗ് ആണ്. 2 റിട്ടൻഷൻ ആണ്, അത് സേവ് ചെയ്യുന്ന പ്രോസസ്സാണ്. 3 റിട്രീവ് ആണ്, അത് തിരിച്ചെടുക്കുന്ന റീകോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇങ്ങനെ 3 സ്റ്റേജസ് ആണ് റിമെമ്പറിങ്ങിന് ഉള്ളത്. ഇവിടെയാണ് കൈൻഡ്സ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത്. ഇതിലെ ഓരോരോ മെമ്മറികൾ, ഇതിൽ ഓരോ പേരും ഓരോ മെമ്മറിയാണ് കേട്ടോ. ഇതിലിങ്ങനെ 4 ടൈപ്പ് ആണ് എന്നൊന്നും പറയണില്ല.
ഓരോ മെമ്മറി അതെന്താന്നുള്ളത് നോക്കി വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറയണില്ല, എന്നാൽ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുണ്ട്. ഒന്ന് ഇൻസിഡന്റൽ ഓർ ഇന്റൻഷണൽ മെമ്മറി എന്നാണ്. ഇത് ശരിക്ക് ഇൻസിഡന്റൽ മെമ്മറി, ഇന്റൻഷണൽ മെമ്മറി, വിവിഡ് മെമ്മറി, ഇന്റൻസ്റ്റിക് മെമ്മറി, ഇങ്ങനെ ഓരോന്ന് പഠിക്കേണ്ടതാണ് ശരിക്കും. പക്ഷെ ബുക്കിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻസിഡന്റൽ മെമ്മറി ആൻഡ് ഇന്റൻഷണൽ മെമ്മറിയാണ്. ആദ്യത്തെ ഡെഫിനിഷൻ ഇന്റൻഷണൽ മെമ്മറിൻ്റെതാണ്. പേ എന്നാണ് കേട്ടോ. ക്ലോസർ അറ്റൻഷൻ ടു ദ മെറ്റീരിയൽ മെമ്മറൈസ്ഡ്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളിലേക്ക് അതിനെ ക്ലോസ് ചെയ്ത് കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അഥവാ നമുക്ക് എന്താണോ കണ്ടത്, നമ്മുടെ മുന്നിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ ഒരു വസ്തു, അതിനെ ആ മെറ്റീരിയൽ അങ്ങനെ മെമ്മറൈസ് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ നമുക്ക് അതിനെന്തുണ്ട്, ഒരു ഇന്റൻഷൻ ഉണ്ട്, ഇതെന്ത് ചെയ്യണം, നമ്മൾ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് ഇതെനിക്ക് നിർബന്ധമായിട്ടും എൻ്റെ തലയിൽ വേണം, നിർബന്ധമായിട്ടും ഞാനത് മെമ്മറൈസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു വളണ്ടറി എഫേർട്ട് ഇട്ട് ഒരു ഇന്റൻഷനലി നമ്മൾ അതിനൊരു ക്ലോസ് അറ്റൻഷൻ കൊടുക്കുന്നതാണ് ഇന്റൻഷണൽ മെമ്മറി എന്ന് പറയുന്നത്. അല്ലെ, ചില കാര്യങ്ങൾ നമ്മൾ കുത്തിരുന്ന് പഠിക്കും, കാരണം അത് അറിയാതെക്കാൻ പറ്റൂല, അത് നിർബന്ധമായി ഞാൻ പഠിച്ചെടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു മൊബൈൽ നമ്പറോ ഫോൺ നമ്പറോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇരുന്ന് കുത്തിരുന്ന് പഠിക്കും. അല്ലെങ്കിൽ വേറെ എന്താ നമ്മൾ അങ്ങനെ പഠിക്കുക, അഥവാ ഇന്റൻഷനലി പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടന്റ് പഠിക്കും, അതൊരു റൈറ്റ് എക്സാമ്പിൾ ആണ്. അതല്ലാതെ വേറെ എന്താ എക്സാമ്പിള്? പ്രാർത്ഥനകൾ അങ്ങനല്ലേ? പ്രാർത്ഥനകൾ അങ്ങനെയാണ്. വെരി ഗുഡ്. ആരാ മുബീനെ? അതെ. ഓക്കെ. മുബീനെ മറക്കാത്തൊക്കെ വല്ല പ്രാർത്ഥനയുണ്ടോ? അതറിയില്ല. എന്ത് ആദരിക്കുള്ള പ്രാർത്ഥന അറിയോ? ചെറുത് 4 വരെയൊക്കെ. എന്താ അതേത് പ്രാർത്ഥന? അത് ഈ മറ്റേ പുസ്തക പൂജേന്റെ സമയത്ത് പണ്ട്, ഇപ്പൊ ഞാൻ നിരീശ്വരവാദിയാണ്, മറ്റേ പണ്ട് ചെറുതാകുമ്പോ പഠിച്ചിരുന്നത് ഓർമ്മയുണ്ട് ഇപ്പോഴും. എന്താ ഒന്ന് പറയൂ, ഞങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലല്ലോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദാ. എന്താ അതിന്റെ അർത്ഥം? അതൊന്നും അറിയില്ല. ചെറുതാകുമ്പോ സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെ കുറച്ചെണ്ണം അത് ഇങ്ങനെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് കേട്ടോ. ഞങ്ങളുടെ അറബിയിലേഖരം അല്ലേ? ഇത് സംസ്കൃതാണ് തോന്നുന്നു. അല്ലെ, ഞങ്ങളെ സംബന്ധിച്ച്, മുസ്ലിംസിനെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ പ്രാർത്ഥന ഉണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങാണെങ്കിൽ പ്രാർത്ഥന ഉണ്ട്, ബാത്റൂമിൽ കയറണേ പ്രാർത്ഥന ഉണ്ട്, ഫുഡ് കഴിക്കണേ പ്രാർത്ഥന ഉണ്ട്, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന ഉണ്ട്. അല്ലേ? അത്ര അങ്ങനെ ഉണ്ടോ? സത്യം. മുബീന ഒന്ന് പറഞ്ഞു കൊടുക്കേ, നമുക്ക് വിശ്വാസമല്ല. പ്രാർത്ഥനകളുടെ ഒരു നീണ്ട ലോകമാണ് ഞങ്ങളത്. ഒരു ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ പ്രാർത്ഥന ഉണ്ട്, ക്ലാസ് കഴിഞ്ഞാൽ വേറെ പ്രാർത്ഥന ഉണ്ട്. മുബീന ഇന്ന് നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോ മറ്റേ ആ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു പ്രാർത്ഥന അല്ലേ, അത് പറയാം കേട്ടോ. ഓക്കെ. അപ്പം അതാണ് ഇന്റൻഷണൽ മെമ്മറി. അപ്പൊ ഇന്റൻഷനലി നമ്മൾ മെമ്മറിയിലേക്ക് ആക്കണം എന്ന് കരുതി കൂട്ടി ഒരു സാധനം പഠിക്കാം. 2 ഇൻസിഡന്റൽ ആണ്, അഥവാ ടെൻഡൻസി ടു കാറ്റഗറൈസ് മെറ്റീരിയൽസ് ആൻഡ് ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് അസോസിയേഷൻ. ജസ്റ്റ് ഒരു ഇൻസിഡന്റ് കണ്ടു, അത് തമ്മിലൊന്ന് കണക്ട് ചെയ്ത് വെച്ചു, അങ്ങനെ മെമ്മറൈസ് ചെയ്യുക. അഥവാ ഇന്റൻഷന്റെ ഒരു ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ 2 പേര് തമ്മിൽ ബന്ധമുണ്ട്, 2 ആൾ വരെ ഒപ്പം വന്നു, ഒരു ബൈക്കുമൊക്കെ വന്നു, അപ്പൊ നമുക്ക് മനസ്സിലായി ഓക്കെ അത് അവര് ഹസ്ബൻഡ് വൈഫും ആണ്. അല്ലെങ്കിൽ ചില ഇൻസിഡന്റിൽ നിന്ന് നമ്മൾ റിലേഷൻസും അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇൻസിഡന്റൽ മെമ്മറി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ്, രണ്ടാമത്തെ പറഞ്ഞ കഴിയില്ല, ഞാൻ വെറുതെ നമ്പർ ഇട്ടതാണ് കേട്ടോ. നിങ്ങളെ ബുക്കിൽ ഈ നമ്പർ ഒന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കണേ. വിവിഡ് മെമ്മറി ഓർ ഇന്റൻസ്റ്റിക് മെമ്മറി. അതില് വിവിഡ് മെമ്മറിയെ കുറിച്ചാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇത് റിസംബിൾസ് ദ ഒറിജിനൽ പെർസെപ്ഷൻ. അഥവാ നമ്മളിപ്പോ ഒരു ക്ലാസ് എടുത്തു, ഇപ്പോ ഒരു റിയൽ ക്ലാസ് റൂമിൽ മെമ്മറിയെ കുറിച്ച് ക്ലാസ് റൂം സങ്കല്പിക്കാം. ഞാൻ ഈ മെമ്മറിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ബോർഡിലൊക്കെ ഇങ്ങനെ എഴുതിക്കാണ്ട് വിശദീകരിച്ച് തരികയാണ്. പിന്നെ പരീക്ഷയ്ക്ക് വാട്ട് ആർ ദ ഡിഫറെന്റ് കൈൻഡ്സ് മെമ്മറി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞത് അതുപോലെ, ഞാൻ ആ ബോർഡിൽ എഴുതിയത് അതുപോലെ പറയാനും അല്ലെങ്കിൽ എഴുതാനും വരക്കാനും പറ്റുക. ഓക്കെ. അഥവാ വിവിഡ് എന്ന് പറഞ്ഞാൽ ക്ലിയർ, വളരെ വ്യക്തമായി നമ്മൾ കണ്ടതും കേട്ടതും നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ് വിവിഡ് മെമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കണേ. അല്ലെ, ചില കുട്ടികൾ കണ്ടില്ലേ, നിങ്ങൾ ടീച്ചേഴ്സ് പരീക്ഷ നടത്തുമ്പോൾ ചിലപ്പോ
നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മൾ ക്ലാസ്സിൽ ഒരു ഉദാഹരണ സഹിതം ഒരു സംഭവം പറഞ്ഞു കൊടുത്തത് കുട്ടിയുണ്ടല്ലോ പരീക്ഷയ്ക്ക് അതേപോലെ അതേ ഉദാഹരണം വെച്ച് നമ്മൾ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യും. കോപ്പി അടിച്ചതല്ല കേട്ടോ, അല്ലാതെ. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? എനിക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, ആ സാർക്ക് ഉണ്ട്. നമുക്കിന്ന് നമ്മുടെ ക്ലാസ്സിൽ ഒരു പുതിയ സാർ ഉണ്ട്. തുടക്കത്തിൽ നിന്ന് പരിചയപ്പെട്ടിരിക്കണ്, ബാക്കിയുള്ള ആളുകൾ വരുമ്പോൾ പരിചയപ്പെടാം. ഇനി ക്ലാസ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാവും. അപ്പം നമ്മൾ എന്താണോ പറഞ്ഞത് അതേപോലെ അവർ ഇതിൽ എഴുതും, അതല്ലെങ്കിൽ പിന്നെ പേപ്പറിൽ എഴുതും. അവർ എപ്പോൾ ചോദിച്ചാൽ അതേപോലെ തന്നെ പറഞ്ഞുതരും. അങ്ങനെയുള്ളതാണ് വിവിഡ് മെമ്മറി എന്ന് പറയണേ. ദെൻ ഇൻഡിൻസ്റ്റിക് മെമ്മറിയിൽ അത്ര ക്ലിയർ അല്ല. ജസ്റ്റ് എവിടെയോ കേട്ട് ഓർമ്മയുണ്ട്, അതെനിക്ക് അറിയാം, പക്ഷെ അത് എവിടെയോ കേട്ടിട്ടുണ്ട്, കൃത്യമായി ഞാൻ ഓർക്കണില്ല, അഥവാ കൃത്യമായ ഒരു അവയർനെസ് ഇല്ല. അങ്ങനെയാണ് ആ ഒരു ഇൻഡിൻസ്റ്റിക് മെമ്മറി വർക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് കൃത്യമായ ആ ഒരു ക്ലിയർ വിഷൻ ഇല്ല, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് അത് ഓർമ്മയില്ല എന്നുള്ളതാണ്. ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും. നമുക്ക് ഇത് അറിയാം, പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ല, അത് എനിക്ക് ഇത് പറയാൻ പറ്റണില്ല, അതിന് ഡെഫിനിഷൻ ഓർമ്മയില്ല, അത് എനിക്ക് അറിയാം, നമ്മൾ കേട്ടിക്കണ് എന്നൊക്കെ പറഞ്ഞ. നേരത്തെ ഞാൻ ജസ്റ്റാൾട്ട് പഠിച്ചു ചോദിച്ചപ്പോൾ കുറെ ആൾക്കാർ പഠിച്ചിട്ടുണ്ട്, കുറെ പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഡെഫിനിഷൻ എന്താ, അതിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്താ, അങ്ങനെയൊന്നും എനിക്കറിയില്ല എന്നുള്ളതാണ് ഇൻഡിൻസ്റ്റിക് മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ 3 ഒബ്സർവേഷണൽ മെമ്മറി ആൻഡ് റോഡ് മെമ്മറിയാണ്. അതിൽ ആ പേര് തന്നെ ഉണ്ട്. നമ്മുടെ കോൺക്രീറ്റ് ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ നമ്മളൊരു വസ്തു, അല്ലെങ്കിൽ ഒരു കല്യാണോ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ, അല്ലെങ്കിൽ ഒരു മെഷീന്റെ പ്രോഗ്രാമോ ഒക്കെ കണ്ടിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ അത് ഒബ്സർവ് ചെയ്യും. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ്, എവിടെയാണ്, ആരൊക്കെയാണ്, വളരെ കൃത്യമായി ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ അത് ഓർത്തിക്കുക. അതാണ് ഒബ്സർവേഷണൽ മെമ്മറി എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒബ്സർവേഷണൽ മെമ്മറി എന്നാൽ കൃത്യമായി നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാണ്. എന്നാൽ അതിന്റെ കൂടെ വരുന്നത് റോഡ് മെമ്മറിയാണ്. വെറുതെ ബൈഹാർട്ട് ചെയ്യുക, വെറുതെ കാണാൻ പഠിക്കുക. അഥവാ ഡെഫിനിഷൻ തന്നു, അത് അങ്ങനെയാണ് ബൈഹാർട്ട് ചെയ്തു, അത് പിന്നെ എഴുതാൻ പറഞ്ഞാൽ എഴുതും. അതിന് അപ്പുറത്തേക്ക് പുറത്തേക്കും എന്തുകൊണ്ട് അത് വന്നു എന്നോ അത് എങ്ങനെ എന്ത് തോന്നില്ല, ജസ്റ്റ് ബൈഹാർട്ട്. അല്ലെ, നമ്മള് പണ്ടത്തെ സിസ്റ്റമാണ് ബൈഹാർട്ടിങ് എന്നുള്ളത്. എന്താണുള്ളത് അങ്ങനെ ഇങ്ങോട്ട് പഠിച്ചു വെക്കുക, എന്നിട്ട് അത് അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് എഴുതുക. ഓക്കെ, 4 ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം മെമ്മറിയാണ്. അത് നമ്മൾ പ്രത്യേകം തരംതിരിച്ച് എഴുതിയിട്ടുണ്ട്. STM ആൻഡ് LTM എന്നുള്ളതാണ് പറയാം. ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇഗ്നോയുടെ സിലബസിലൊക്കെ സെൻസറി മെമ്മറി എന്നുള്ള സാധനം കൂടി ഇതിന് മുമ്പേ വരും. ഞാൻ അത് കൂടി കൂട്ടി പറയാണ് കേട്ടോ, നിങ്ങൾ പരീക്ഷയ്ക്ക് അത് എഴുതണമെന്നില്ല. ഇതെങ്ങനെയാണ്, എന്താണ് സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. നമുക്കില്ലേ, നമ്മളൊരു കാര്യം കേട്ടു സങ്കല്പിക്കുക. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫോൺ നമ്പർ പറഞ്ഞു. എൻ്റെ ഒരു ഫോൺ നമ്പർ പിന്നെ പറഞ്ഞിട്ട് അത് ഞാൻ ജസ്റ്റ് ഒരു സാധനം തന്നു, അപ്പൊ തന്നെ തിരിച്ച് എനിക്ക് വേണം. ഓക്കെ, ഒരുപാട് സമയമൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഒരേ സമയം വേണ്ട, ജസ്റ്റ് സാധനം കണ്ടു, അത് അപ്പൊ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് പറയാൻ കഴിയുക. കുറച്ച് സമയത്തേക്ക് നമുക്ക് മെമ്മറി വേണം. അതിനു വേണ്ടിയാണ് ശരിക്കും സെൻസറി മെമ്മറി എന്ന് പറഞ്ഞത്. ജസ്റ്റ് വി റിമെമ്പർ വാട്ട് വി സെൻസ്ഡ്. നമ്മൾ എന്താണോ സെൻസ് ചെയ്തത് അത് വളരെ കുറച്ച് സമയത്തേക്ക് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുക. നമ്മൾ ഈ OTP ഒക്കെ പറഞ്ഞു, OTP, അത് ശരിക്കും ഷോർട്ട് ടേമിലേക്ക് എത്തും. പക്ഷെ അതിനു മുമ്പ് ജസ്റ്റ് എന്താണ് കണ്ടത്, എന്താണ് കേട്ടത് എന്നുള്ളത് ഒരു ഓർമ്മ. അത് ചിലപ്പോൾ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് വളരെ കുറഞ്ഞ സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ശരിക്കും സെൻസറി മെമ്മറി എന്ന് പറഞ്ഞത് കേട്ടോ. സെൻസ് ചെയ്ത് വെച്ചാൽ യെസ്, പിന്നെ അത് ഓർമ്മ ഉണ്ടോ വെച്ചാൽ അതാ ചോദിക്കരുത്, ഓർമ്മ ഉണ്ടായിക്കോളൊന്നുമില്ല. ഓക്കെ, ഇതിങ്ങനെ ഉണ്ട് നമുക്ക് മനസ്സിലായി, ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അതിൽ നിന്ന് വരുന്നതാണ് ശരിക്ക്, അതിന് ശേഷം വരുന്നതാണ് ഷോർട്ട് ടേം മെമ്മറി. ഓക്കെ, നമ്മൾ ഓരോ മെമ്മറിന്റെ ഇടയിലും ഫോർഗെറ്റിംഗ് എന്നുള്ള ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. സെൻസറി മെമ്മറി അല്ലേ, ഇപ്പൊ ഒരാള് നമ്മളെ നുള്ളി, നമ്മളത് നമുക്ക് മനസ്സിലായി, എനിക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഉറുമ്പ് കടിച്ചു. ഓക്കെ, ആ ഉറുമ്പ് കടിച്ചാൽ നമുക്ക് അപ്പം ഫീൽ ഉറുമ്പ് കടിച്ച്, ജസ്റ്റ് നമ്മളെ ഉറുമ്പ് തട്ടി അത് പോയി, അത്രേ ഉള്ളൂ. അത് പിന്നെ ഓർത്തിക്കണോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, പിന്നെ ചിലപ്പോൾ നമ്മൾ ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, ജസ്റ്റ് സെൻസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അതാണ് സെൻസറി മെമ്മറി. ഇത് നേരെ അവിടുന്ന് വന്നിട്ട് അവിടെ തന്നെ അത് എന്ത് ചെയ്യും, ഫോർഗെറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്, റൈറ്റ്. എന്നാൽ ചിലത് എന്ത് ചെയ്യും, അവിടെ തന്നെ നമ്മൾ മനസ്സിൽ നിൽക്കും. അതെന്ത് ചെയ്യും, സെൻസറി മെമ്മറി നേരെ ഷോർട്ട് ടേം മെമ്മറിക്ക് എത്തും, STM-ലേക്ക് എത്തും. ഓക്കെ, ഏതൊരു നോളജും ഏതൊരു എക്സ്പീരിയൻസും സെൻസറി മെമ്മറിയുടെ കടന്നു പോയിട്ടാണ് ആക്ച്വലി ഷോർട്ട് ടേം മെമ്മറിക്ക് എത്തുക. ഓക്കെ, നമുക്കിവിടെ ഷോർട്ട് ടേമും ലോങ് ടേം മാത്രം പഠിക്കാനുള്ളൂ. സോ ഷോർട്ട് ടേം മെമ്മറി ഈസ് ദ പ്രൈമറി മെമ്മറിയാണ്, അഥവാ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്.
നമ്മൾ എന്തെങ്കിലും സെൻസ് ചെയ്ത് കഴിഞ്ഞാല്, നമ്മൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ബ്രെയിനിൽ അത് കുറച്ച് സമയമെങ്കിലും നിൽക്കും എന്നുള്ളതാണ് സെൻസറി മെമ്മറിന്റെ പ്രത്യേകത. ഓക്കെ, നമ്മളിപ്പോ ഞാൻ എൻ്റെ ഒരു ഫോൺ നമ്പർ പറഞ്ഞു സങ്കല്പിക്കുക. ആ ഫോൺ നമ്പർ ഒരു 15 സെക്കൻഡ്, ഒരു 30 സെക്കൻഡ്, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മിനിറ്റ് വരെയൊക്കെ കുറച്ച് സമയത്തേക്ക് അതിനെ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ റിറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നതാണ് ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടും സെൻസറി മെമ്മറിയിൽ നേരെ ഷോർട്ട് ടൈം മെമ്മറിക്ക് എത്തും. അത് ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആണ് ഷോർട്ട് ടൈം മെമ്മറിക്ക് എത്തുക എന്നുള്ളത്. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ലോങ് ടൈം മെമ്മറിക്കുള്ള ഒരു യാത്ര ഉണ്ട്, അതാണ് ഭയങ്കര ഡിഫിക്കൽട്ട്. സോ പ്രൈമറി മെമ്മറിയാണ് ഷോർട്ട് ടൈം മെമ്മറി. ഒരു 15 മുതൽ 30 സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുന്ന മെമ്മറിയാണ് ഷോർട്ട് ടൈം മെമ്മറി. സോ എക്സാമ്പിൾ ആണ് റിമെമ്പർ എ ടെലിഫോൺ നമ്പർ, അല്ലേ? അതുപോലെ OTP, നമുക്കൊരു OTP വേണം. ആ OTP നമ്മൾ എന്ത് ചെയ്യും? അവിടെ മെസ്സേജ് വന്നു, അവിടെ നോക്കി, അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വരാനുള്ള സമയം വരെ നമ്മൾ ഓർത്തുക്കും. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിച്ചാൽ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല, അല്ലെ? നമ്മൾ എത്ര OTP അങ്ങനെ നോക്കിയിട്ടുണ്ടാവും? ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. കുറെ ഇപ്പോഴത്തെ കാലത്ത് OTPന്റെ കാലഘട്ടമാണ്. അതുപോലെ നമ്മുടെ പിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പൊ നമ്മള് ടൂർ പോകുമ്പോഴോ ഒക്കെ നമ്മൾ കുട്ടികളുടെ എണ്ണം, അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ ഷോർട്ട് ടൈം മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ്, ദെൻ ഇൻഫർമേഷൻ ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് ടു ലോങ് ടൈം മെമ്മറി. സോ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിക്കുള്ള ഒരു യാത്ര ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പിറ്റീഷൻ, റിഹേഴ്സൽ, എക്സ്പീരിയൻസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലാണ് ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ഒരു നോളജ് ലോങ് ടൈം മെമ്മറിയിലേക്ക് പോവുക. അപ്പോൾ ആസ് എ ടീച്ചർ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്? ഇതിലല്ലേ നിൽക്കാതിര ഒരു മിനിറ്റ്. സെൻസറി മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി, ഇത് മൂന്നും സങ്കല്പിക്കാം. ആസ് എ ടീച്ചർ നമ്മളെ റെസ്പോൺസിബിലിറ്റി എന്താ? സെൻസറി മെമ്മറി കൊടുക്കലാണോ, അതല്ല അതിൽ നിന്ന് ഷോർട്ട് ടൈം വരെ എത്തിക്കണോ, അതല്ല ലോങ് ടൈമിലേക്ക് എത്തിക്കണോ? ലോങ് ടൈം മെമ്മറി. നമുക്ക് ഒരിക്കലും ഒരാളെ ലോങ് ടൈം മെമ്മറിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എങ്ങനെ ചെയ്യാൻ പറ്റുക? അത് ആ വ്യക്തി വളണ്ടറിലി ആ വ്യക്തി തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണ് ലോങ് ടൈം മെമ്മറി. നമ്മൾ എത്ര റിപ്പീറ്റ് ചെയ്താലും അവന്റെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിൽക്കുള്ളൂ. കാരണം നമ്മുടെ ആവശ്യമാണത്. അവൻ അതല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ അത് മൈൻഡിലെടുത്ത് അത് ഉള്ളിൽ റിപ്പീറ്റ് ചെയ്ത് അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് അതിനെ കണക്ട് ചെയ്ത് അതിനെ ലോജിക്കലി അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴാണ് അത് ലോങ് ടൈം മെമ്മറിക്ക് എത്തുള്ളൂ. ഒരാളുടെയും ലോങ് ടൈം മെമ്മറിക്ക് കൊണ്ടെത്തിക്കാൻ നമുക്ക് പറ്റൂല. ഓക്കെ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഷോർട്ട് ടൈം മെമ്മറിക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇതൊരു ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളതാണ്. ഇതിന് നമ്മുടെ ഫോണിൽ ഇത് വിളിക്കുന്ന പേരാണ് റാം, അല്ലേ? നമ്മുടെ ഫോണിലൊക്കെ എത്ര GB റാം ഉണ്ട്? 4 ഉണ്ടാവും, 8 ഉണ്ടാവും, 16 ഉണ്ടാവും, 32 ഒക്കെ ഉണ്ടാവും അല്ലേ? പണ്ടൊക്കെ 1 GB ഉണ്ടെങ്കിൽ വലിയ സംഭവമായിരുന്നു. അതിന് മുമ്പ് 500 MB ഒക്കെ ഉണ്ടായിരുന്നത്. എന്താ ഈ റാം കുറഞ്ഞാൽ ഫോണിന് എന്താ സംഭവിക്കാം? ഫങ്ഷൻസ് സ്ലോ ആകും. നമുക്ക് ഒരു വലിയ ഡാറ്റ ഫയൽ ട്രാൻസ്ഫറിങ് ഉണ്ടാവില്ലേ, ഇത് അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, അങ്ങനെ സെൻഡ് ചെയ്യുക, ഇത്ര പ്രോസസ്സൊക്കെ നടക്കണമെങ്കിൽ അതൊക്കെ റാമിലാണ് സ്റ്റോർ ചെയ്യുക. റാം ത്രൂ ആണ് കടന്നു പോവുക. ഓക്കെ, എന്നാൽ ആ റോമിലേക്ക് കാര്യങ്ങൾ എത്തിയാലാണ് അവിടെ സ്ഥിരമായി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുക, അല്ലെ? സോ അതേപോലെ നമ്മുടെ ഷോർട്ട് ടൈമിൽ എത്തിയാൽ അത് ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളൂ, അതിന് ലിമിറ്റഡ് സസ്റ്റൈനബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് കുറച്ച് സമയം മാത്രമേ സസ്റ്റെയിൻ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. സോ ഇൻഫർമേഷൻ entered into STM അഥവാ ഷോർട്ട് ടൈം മെമ്മറി ആർ ഇമ്മീഡിയറ്റ്ലി പുട്ട് ഇൻ ടു യൂസ്. നിർബന്ധമായും അത് ഉടനെ തന്നെ യൂസ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ് ഫോർഗോട്ടൻ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? അഥവാ അത് മറന്നുപോകും, ഫോർഗെറ്റിംഗ് എന്നുള്ള പ്രോസസ്സിലേക്ക് എത്തും. അപ്പൊ കുറെ കാര്യങ്ങൾ സെൻസറി മെമ്മറിയിൽ തന്നെ പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഷോർട്ട് ടൈമിലേക്ക് എത്തി, നമുക്കത് മനസ്സിലായി, പക്ഷെ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, റിഹേഴ്സൽ ചെയ്തിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലോങ് ടൈം മെമ്മറിക്ക് പോകാതെ ഫോർഗെറ്റിംഗ് എന്നുള്ള കുഴിയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇനി എന്താണ് ലോങ് ടൈം മെമ്മറി? സോ മോർ ടൈം ആൻഡ് എഫേർട്ട് ആർ എസെൻഷ്യൽ. ലോങ് ടൈം മെമ്മറിക്ക് ഒരു സാധനം എത്തണമെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തൂല. നമുക്ക് തോന്നും എത്തിയെന്ന് തോന്നും, പക്ഷെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം, നമ്മുടെ ഒരു പുതിയ ഫ്രണ്ടിനെ പരിചയപ്പെട്ടു, നമ്മൾ പേര് ചോദിച്ചു, ആ പേര് നമുക്ക് മനസ്സിൽ പതിഞ്ഞു, നമുക്ക് തോന്നും ആ പേര് എനിക്ക് ഇനി അറിയും, എപ്പോൾ ചോദിച്ചാലും അറിയും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും സംശയം വരും, കാരണം അത് ഷോർട്ട് ടൈം മെമ്മറിയിൽ മാത്രമേ ആയിട്ടുള്ളൂ.
ഇനി നമ്മൾ അവനെ സ്ഥിരമായി അവനെ കാണുകയാണ്, ഡെയിലി അവന്റെ പേര് വിളിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ബി സേവ്ഡ് ടു ദ ലോങ് ടേം മെമ്മറി. അത് ലോങ് ടേം മെമ്മറിയിലേക്ക് സേവ് ചെയ്യപ്പെടും. ഓക്കെ, സോ ലോങ് ടേം മനുഷ്യന്റെ ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ അത് അൺലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളതാണ്. നമ്മുടെ ഫോണിന് 124 256 അല്ലെങ്കിൽ 512 അല്ലെങ്കിൽ ഇപ്പൊ 1 TB വരെയൊക്കെയാണ് ഫോണിന്റെ ലോങ് ടേം മെമ്മറിക്കുള്ള കപ്പാസിറ്റി അല്ലെ. 1 TBയിലുള്ളൂ. മേലേക്ക് പോയിട്ടുണ്ടോ? അത് ഫോണിനുണ്ടോ 1 TB? ഉണ്ട്, ഫോണിനുണ്ട്. അപ്പം നമ്മുടെ മെമ്മറിക്ക് എന്തില്ല, ലിമിറ്റ് ഇല്ല. ഓക്കെ, അപ്പൊ മെമ്മറി അഥവാ ബൈ ഹാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മെമ്മറിക്ക് എത്തിക്കാൻ ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ഓരോ സെക്കൻഡ് നമ്മുടെ മെമ്മറിക്ക് പുതിയ അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ട്രാൻസ്ഫർ ഫ്രം STM to LTM is take place only because of rehearsal and repetition. വീണ്ടും വീണ്ടും പറയണു, റിപ്പീറ്റ് ചെയ്യുന്ന, റിഹേഴ്സ് ചെയ്യുന്ന, അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് STM-ൽ നിന്ന് LTM-ലേക്ക് പോകുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ ബുക്കിൽ ഒരു പേജ് നമ്പർ 85 ഒരു ഡയഗ്രാം ഒക്കെ നിങ്ങൾക്ക് കാണാനുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കണം. അതിൽ പറയുന്നുണ്ട് ആ ഒരു സെൻസറി എക്സ്പീരിയൻസ് നിന്ന് എങ്ങനെയാണ് LTM-ലേക്ക് എത്തുക അല്ലെങ്കിൽ STM-ലേക്ക് എത്തുക, അവിടുന്ന് എപ്പോഴാണത് ഫോർഗെറ്റിംഗിലേക്ക് പോകണത് എന്നൊക്കെ ഉള്ള ഒരു ജസ്റ്റ് ഒരു ഡയഗ്രാം ഉണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആ ഡയഗ്രാം കൂടി നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാനുള്ള കാരണം അത് പ്രത്യേകം നോക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഇത്രയാണ് മെമ്മറിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അതിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മെമ്മറിയാണ്. മെമ്മറിയെ ബാധിക്കുന്ന 3 ഘടകങ്ങളാണ് ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. ആ സൈക്കോളജിക്കലിലൊക്കെ സ്പെല്ലിംഗിൽ വ്യത്യാസമില്ല കേട്ടോ. സോ ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴാണ് മെമ്മറി ലോസ് ചെയ്യാം? ന്യൂറോൺസുകൾക്ക് ക്ഷതമേൽക്കുമ്പോഴൊക്കെ ചാൻസ് ഇല്ല. നമ്മുടെ ശാരീരികമായിട്ടുള്ള നമ്മുടെ നാഡീഞരമ്പുകള്, നമ്മുടെ ഹോർമോൺസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ശാരീരികമായ കാര്യങ്ങളാണ് ന്യൂറോളജിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നമുക്ക് പല രോഗങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഹോർമോൺ കൊണ്ടോ ഈ ആക്സിഡന്റ് ഇതൊക്കെ ആകുമ്പോൾ ബ്രെയിനിന്റെ ഡാമേജ് കൊണ്ടൊക്കെ സംഭവിക്കാം. 2 സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. നമുക്ക് ഭയങ്കരമായ ടെൻഷനാണ്, ഒരുപാട് സ്ട്രെസ് ആണെങ്കിൽ മെമ്മറി അഥവാ ഫോർഗെറ്റിംഗ് ഒരുപാട് ഉണ്ടാകും. അല്ലെങ്കിൽ മെമ്മറി കയറൂല, തലയിൽ കയറൂല അല്ലെ, നമുക്ക് കൃത്യമായി പഠിച്ചെടുക്കാൻ പറ്റൂല. അതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പറയുന്നത്. ദെൻ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു കാര്യം പഠിക്കണമെങ്കിലേ നമുക്ക് ഇൻട്രിൻസിക് ഓർ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ വേണം. അഥവാ നമ്മുടേതായ ഒരു മോട്ടിവേഷൻ വേണം, പുറത്തുനിന്ന് ഒരാളെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയും വേണം. അങ്ങനെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ വിൽ അഫക്ട് മെമ്മറി. കൃത്യമായി മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയെ അത് ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ശാരീരികമായ ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സ് ഘടകങ്ങളാകും. സൈക്കോളജിക്കൽ നമ്മുടെ മാനസികാവസ്ഥ മെമ്മറിയെ ബാധിക്കും. ആൻഡ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻസും മെമ്മറിയെ ബാധിക്കും. ഇനി സയൻസ് ഓഫ് ഗുഡ് മെമ്മറിയാണ്. നമ്മൾ ഏറ്റവും അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു നല്ല മെമ്മറി ഉള്ള ഒരാള് എങ്ങനെയായിരിക്കും, അത് നല്ല മെമ്മറി ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? 5 പ്രത്യേകതയാണ് പറയുന്നത്. ഒന്ന് റാപ്പിഡിറ്റി ആണ്. എപ്പോ ചോദിച്ചാലും അപ്പ കിട്ടും അല്ലെ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉത്തരം ഇങ്ങനെ പടപടപടാന്ന് പറഞ്ഞ് കിട്ടും. അത് ഗുഡ് മെമ്മറിന്റെ ഒരു രൂപമാണ്. ഇപ്പൊ ഫോണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫോണിൽ ഒരു സാധനം സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നല്ല പ്രോസസ്സിംഗ് ഉണ്ട്, നല്ല മെമ്മറി ഉണ്ടെന്ന് പറയാൻ പറ്റൂല. പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോൺ നല്ലതാണ്, അതിന് മെമ്മറി നല്ലതാണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരാളോട് കാര്യം ചോദിക്കുകയാണ്, ആളിങ്ങനെ കുറെ നേരം ആലോചിച്ചിട്ട് പറയുകയാണെങ്കിൽ ആളുടെ റിട്രീവിംഗ് പവർ കുറവാണ്. ഓക്കെ. 2 അക്യൂറസി ആണ്. പറയുന്നത് കൃത്യമാണ്, തെറ്റണില്ല, കൃത്യമായ ഡേറ്റുകൾ അല്ല. ഈ PSCക്കൊക്കെ വേണ്ട സാധനമാണ് അക്യൂറസി. കാരണം എന്ത് ചോദിച്ചാലും അതിന് കൃത്യമായ ആൻസർ ആണ് അവിടെ കിട്ടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് മെമ്മറി ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. 3 ലെങ്ത് ഓഫ് ടൈം ആണ്. അഥവാ കുറെ കാലം ഓർത്തിരിക്കാൻ പറ്റുക. ചില ആളുകൾക്ക് ഷോർട്ട് ടൈം ഭയങ്കര പവർ ആകാരം, എപ്പോ അങ്ങനെ മെമ്മറിയിൽ വെച്ച് ഇങ്ങനെ ഓർത്തിക്കാൻ പറ്റും, പക്ഷെ കുറച്ചൊക്കെ മറന്നു പോകും. ശരിക്കും ഒരു ലോങ് ടൈം മെമ്മറി നല്ല പവർഫുൾ ആയി ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ പ്രോംപ്റ്റ്നെസ് ഓഫ് റിട്രീവൽ ആണ്. തിരിച്ചെടുക്കാൻ പറ്റണം, നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റണം. കുറെ പഠിച്ചു വെച്ചു പക്ഷെ പിന്നെ ഓർമ്മയില്ല എന്നുള്ളത് പറ്റൂല. എന്ത് പഠിച്ചാലും അത് എന്ത് ചെയ്യണം, പിന്നെ പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് മറ്റൊന്ന്. പിന്നെ സർവീസേബിൾനെസ് ആണ്, അഥവാ റിക്കോൾ ഓഫ് റൈറ്റ് തിങ് അറ്റ് റൈറ്റ് ടൈം, അഥവാ ഓർക്കേണ്ട സമയത്ത് ഓർക്കുക എന്നുള്ളതാണ്.
അഥവാ നമുക്കിപ്പോ നമ്മുടെ സൈക്കോളജിന്റെ ചില ടേംസ് ഓർമ്മയുള്ളതാണെങ്കിൽ അത് ഓർക്കാം. ഇതിലൊരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചാലേ, നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അറബിക്ക് പഠിക്കും, ഇംഗ്ലീഷ് പഠിക്കും, അതുപോലെ തന്നെ അങ്ങനെ പല ഹിന്ദി ഒക്കെ പഠിക്കും. എന്നിട്ട് നമ്മൾ ഹിന്ദി പരീക്ഷയ്ക്ക് പോയാൽ അറബിക് ടേംസ് ഓർമ്മ വരും, അറബിക് പരീക്ഷയ്ക്ക് പോയാൽ ഹിന്ദി ഓർമ്മ വരും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ? ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അറബിയിൽ വരിക, അപ്പൊ ഹിന്ദി ടേംസ് ഇങ്ങനെ ഓർമ്മ വരും, ഹിന്ദി പരീക്ഷ പോയാൽ അറബി ഓർമ്മ വരും. അങ്ങനെ അപ്പൊ അത് ഗുഡ് മെമ്മറിന്റെ ലക്ഷണം അല്ല എന്നാണ് പറയുന്നത്. കൃത്യമായ സാധനം കൃത്യമായ സമയത്ത് ഓർത്തിരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത് ലാസ്റ്റ് ആണോ, ഏറ്റവും ലാസ്റ്റ് ആണ് ടെക്നിക്സ് ഫോർ പ്രൊമോട്ടിങ് ബെറ്റർ മെമ്മറി. അഥവാ നല്ല മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മെമ്മറി നന്നാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു 10-12 പോയിന്റ്സ് ഉണ്ട്. ഹാവ് എ ഡിസയർ ഓർ മോട്ടിവേഷൻ ടു ലേൺ വാട്ട് എവർ ഇസ് ലേൺ. നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും അത് അഥവാ എനിക്കത് മെമ്മറൈസ് ചെയ്യണം, അതല്ലെങ്കിൽ അതിന്റെ ലോങ് ടൈം മെമ്മറിയിലേക്ക് സേവ് ചെയ്യണം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടി അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് പഠിക്കുക എന്നുള്ളതാണ്. അഥവാ നമുക്കൊരു ഇന്റൻഷൻ ഉണ്ടാവുക, ഒരു വേണമെന്ന ബോധം ഉണ്ടാവുക. രണ്ട്, മീനിങ് മെറ്റീരിയൽസ് ലേൺ ക്വിക്ലി ആൻഡ് റിറ്റെയിൻഡ് ലോങ്ങർ. മീനിങ് മെറ്റീരിയൽ ഇസ് ലേൺഡ്. നമ്മൾ എന്ത് പഠിക്കണം അത് മീനിങ് ഫുൾ ആയി പഠിക്കുക. അഥവാ എന്ത്, എങ്ങനെ, എപ്പോ, ആര്, എന്തിന് എന്നുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ഉണ്ടായിക്കൊണ്ട് പഠിക്കാം. ഓക്കെ, അത് മനസ്സിലാക്കാതെ പഠിച്ചാൽ അത് മെമ്മറി നിൽക്കൂല എന്നുള്ളതാണ്. 3, SQ3R മെത്തേഡ് ഫോളോ ചെയ്യുക. അഥവാ സർവേ, ക്വസ്റ്റ്യനെയർ, റിസൈറ്റ്, റിപ്പീറ്റ് ആൻഡ് റിവ്യൂ. ഒന്നുമില്ല, കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ചിലത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, ചിലത് റിവ്യൂ ചെയ്യുക. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറി സ്റ്റോറിങ് ചെയ്യാം. സോ അത്തരത്തിൽ ഡിഫറെന്റ് സ്ട്രാറ്റജിയിലൂടെ സ്റ്റോർ ചെയ്ത് നമ്മൾ അത് എന്ത് ചെയ്യുക, മെമ്മറൈസേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കാം. എന്തേലും അത് പിന്നെ നമ്മളിപ്പോ ഒരു കാര്യം കിട്ടി അല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ടു, അത് നമ്മളൊന്ന് പറഞ്ഞു, അതിനെ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ഉപയോഗിക്കാം. Then 4, spacing the learning periods appropriately will help effective learning. Spacing the learning periods appropriately എന്നുള്ളതാണ്. അഥവാ നമ്മൾ ഒരു ദിവസം തന്നെ, ചില ആളുകളുണ്ട്, ഇതിനൊരു ടേം ഉണ്ട്, ആ ടേം ഞാൻ ഓർക്കുന്നില്ല. അഥവാ ഇപ്പൊ 5 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ, പിന്നത്തെ 1 മണിക്കൂർ, പിന്നത്തെ 1 മണിക്കൂർ, സ്പേസ് കൃത്യമായിട്ട് ഇടാം. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ പഠിക്കുന്നു, ഒരു 10 മിനിറ്റ് റെസ്റ്റ്, വീണ്ടും അരമണിക്കൂർ പഠിക്കുന്നു, 10 മിനിറ്റ് റെസ്റ്റ്. അതിന് പകരം 2 മണിക്കൂർ പഠിച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് എടുക്കുക എന്നുള്ളതല്ല. ഓക്കെ, കൃത്യമായ സ്പേസ് ഇടുക അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ പഠിക്കുക എന്നുള്ളത് വേറൊരു മെമ്മറി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. 5, റെസിറ്റേഷൻ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ലേണിംഗ് ഹെൽപ്പ് സെൽഫ് ഇവാലുവേഷൻ. അഥവാ നമുക്ക് സെൽഫ് ഇവാലുവേഷൻ എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും. ദിസ് ഇസ് യൂസ്ഫുൾ ഇൻ മെമ്മറൈസിങ്, പർട്ടിക്കുലർലി ഇൻ ചിൽഡ്രൻ. അഥവാ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പഠിച്ചു, എത്ര പഠിച്ചു, ഇനി പിന്നെ എന്നുള്ളത് സെൽഫ് ഇവാലുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. വീണ്ടും വീണ്ടും പഠിച്ചത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത്തരം പ്രൊസീജിയറും നമ്മൾ എന്ത് ചെയ്യും, മെമ്മറൈസേഷനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓവർ ലേണിംഗ് റിറ്റൻഷൻ, അഥവാ ഓവർ ലേണിംഗ് നടത്താതിരിക്കുക. നമുക്കില്ലേ ശരിക്കും നിങ്ങളെ വീട്ടിൽ ഈ ഹിഫ്ളോ അല്ലെങ്കിൽ ഖുർആനൊക്കെ ഹിഫ്ളാക്കുന്ന ആളുകളുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരാൾക്ക് ഒരു മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിനൊരു കപ്പാസിറ്റി മീൻസ് ഒരു ദിവസം നമുക്ക് മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത്ര മാത്രമേ നമുക്ക് അന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ലോങ് ടേം മെമ്മറി അൺലിമിറ്റഡ് ആണ് എന്നൊക്കെ പറയുമെങ്കിലും അത് പെർ ഡേ ലിമിറ്റഡ് ആണ്. നമ്മൾ ഒരു പേജാണ് ഒരാൾക്ക് ഒരു ദിവസം ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം അതാണ് കപ്പാസിറ്റി എങ്കിൽ അത്രേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് നമ്മളിപ്പോ ഒരു ദിവസം ഇരുന്നിട്ട് 4 പേജ് പഠിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഓവർ ലേണിങ് അത് ഫോർഗെറ്റിങ്ങിലേക്കാണ് എത്തിക്കുക. സോ നമുക്കൊരു ഇതുണ്ട്. ഇപ്പൊ നിങ്ങൾ ഡ്രൈവിങ്ങിനൊക്കെ പോയിട്ടുണ്ടോ? ഡ്രൈവിംഗ് പഠിക്കാൻ പോയിക്കണോ? എങ്ങനെ പഠിപ്പിക്കല്? 2 ദിവസം കൊണ്ട് ഫുള്ള് പഠിപ്പിച്ചു വിടുവോ, അതല്ല ഡെയിലി കുറച്ച് കുറച്ച് പഠിപ്പിക്കോ? 2.5 കിലോമീറ്റർ ഒരു ദിവസം. അത് എന്തുകൊണ്ട് വെച്ചാലേ നിങ്ങളെ പൈസ ഒരുപാട് ആവുമെന്ന് വെച്ചിട്ടല്ല, അതിന്റെ സൈക്കോളജി ഉണ്ട്. അഥവാ ഓരോരോ സ്റ്റെപ്പ് ആയിട്ടാണ് അത് പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോ അങ്ങനെയുള്ള ഈ ഏതൊരു ലേണിംഗ് ആണെങ്കിലും അത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ എനിക്ക് കുറച്ച് അധികം പൈസ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം, പക്ഷെ ആ ഒരു സ്റ്റേജ് വരെ ആവുള്ളൂ. നെക്സ്റ്റ് സ്റ്റേജ്
നെക്സ്റ്റ് മൊമെന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ അത് ചെയ്യേണ്ടി വരിക. ഓക്കെ. പിന്നെ റൈം ആൻഡ് ലോജിക്കൽ അസോസിയേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ മെറ്റീരിയൽ ഹെൽപ്പ് റിമെമ്പറിങ്. നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ കഥകൾ ഉണ്ടാക്കി പഠിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഇൻസിഡന്റ് കണ്ടാൽ നമ്മുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്ത് പഠിക്കും, അതല്ലെങ്കിൽ അതിലത്തെ ക്യാരക്ടേഴ്സിനെ കണക്ട് ചെയ്ത് പഠിക്കും, ക്യാരക്ടേഴ്സിന് നമ്മുടെ ലൈഫുമായിട്ടും നമ്മുടെ റിലേറ്റീവ്സുമായി കണക്ട് ചെയ്ത് പഠിക്കും. അത്തരത്തിലുള്ള ഒരു ലോജിക്കൽ അസോസിയേഷൻ മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കും. പിന്നെ യൂസ് നെമോണിക് ഡിവൈസസ് ഓർ ആർട്ടിഫിഷ്യൽ അസോസിയേഷൻ ലൈക്ക് അബ്രീവിയേഷൻ, അല്ലെ, വിബ്ജിയോർ എന്നൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ പണ്ട് സൈക്കോളജി പഠിച്ചപ്പോഴേ ഏതോ ഒരു ലേണിംഗ് തിയറി പഠിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു കോഡ് ഉണ്ടായിരുന്നു, സിന്ധു സിന്ധു ചാടുക മരത്തിൽ കയറി പൂ പറിക്കുക. ആ തിയറി ഞാൻ മറന്നുപോയി, തിയറി മറന്നിക്കല്ല, ഏതാ തിയറി നിനക്ക് ഓർമ്മയില്ല, പക്ഷെ ആ കോഡ് എനിക്ക് ഓർമ്മയുണ്ട്. സിന്ധുവിലെ എസും ചാടിയിട്ട് സിഒ ഒക്കെ എടുത്താനുള്ള ഒരു കോഡാണ്. അതേപോലെ വിബ്ജിയോർ എന്തിന്റെ കോഡാ? റെയിൻബോ കളേഴ്സ്. ഇത്തരത്തിൽ അബ്രീവിയേഷൻസ് ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. 9, മൾട്ടി സെൻസറി ലേണിംഗ് ഈസ് മോർ എഫക്റ്റീവ്. നമുക്ക് എത്ര സെൻസുകൾ ഉണ്ടെന്നാ പറഞ്ഞേ? 1000? 5. സോ 5 സെൻസുകൾ യൂസ് ചെയ്യാൻ കഴിയുക. അഥവാ നമ്മൾ ഫുള്ള് സെൻസറി ഓർഗൻസ് അല്ല 5 സെൻസ് ചോദിച്ചാലും 5 അങ്ങനെ തന്നെയാണോ? സെൻസറി എക്സ്പീരിയൻസുകൾ 5 തന്നെ. സെൻസ് ഓർഗൻസിലൂടെ കിട്ടുന്ന ആ 5 ഓർഗൻസിലൂടെയാണ് നമ്മുടെ എല്ലാ എക്സ്പീരിയൻസും എല്ലാ നോളജും ഉള്ളത്. ഓക്കെ. സോ സെൻസറി എക്സ്പീരിയൻസ് ഉദ്ദേശിക്കുന്നത് ആ 5 തന്നെയാണ്. സോ അതിനെ 5നെയും മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ വായിക്കുമ്പോഴല്ലേ ഉറക്കെ വായിച്ച് പഠിക്കണം എന്ന് കേട്ടണോ? കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയണോ? നമ്മള് അപ്പൊ പറയുകയും ചെയ്യും, നമ്മൾ പറയുന്നത് നമ്മൾ തന്നെ കേൾക്കുകയും ചെയ്യും. അപ്പൊ 2 സെൻസറി ഓർഗൻസ് അവിടെ വർക്ക് ചെയ്യുന്നു. 2ലധികം വർക്ക് ചെയ്യും. നമ്മളൊരു ടെക്സ്റ്റ് കൈ വെച്ച് അത് ഉറക്കെ വായിച്ച് പിന്നെ പഠിച്ചാല് നമ്മൾ കൈ വെക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ടാക്ടൽ എക്സ്പീരിയൻസ്, ഒരു തൊടുന്ന എക്സ്പീരിയൻസ് ആണ്. 2 നമ്മളേക്ക് നോക്കുമ്പോൾ നമുക്കൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെ? 3 നമ്മളത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് ഇവരോട് വീഴുമ്പോൾ നമ്മളത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്കതൊരു നമ്മളെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണത്. പിന്നെ അത് കേൾക്കുമ്പോൾ ഹിയറിംഗ് ആണ്, അഥവാ ഓഡിറ്ററി എക്സ്പീരിയൻസ് ആണ്. അത്തരത്തിൽ നമുക്ക് പല സെൻസുകൾ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ പീരിയോഡിക്കൽ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് ഇംപ്രൂവ് റിറ്റൻഷൻ. നമ്മൾ കൃത്യമായി റെസ്റ്റ് എടുക്കുക, ഉറക്കം, അതൊക്കെ മെമ്മറിയെ എന്ത് ചെയ്യും? അപ്പൊ നമ്മള് തീരെ റെസ്റ്റ് എടുക്കാതെ തീരെ ഉറങ്ങാതെ ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അറേഞ്ച് സബ്ജക്ട് ഓഫ് സ്റ്റഡി ടു അവോയ്ഡ് ഇന്റർഫിയറൻസ്, അഥവാ സ്റ്റഡി സോഷ്യൽ സയൻസ് ആൻഡ് ആപ്റ്റർ സയൻസ്. നമുക്ക് കൃത്യമായിട്ട് ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കണക്ട് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ പരസ്പരം ബന്ധമുള്ളതൊക്കെ ഒരുമിച്ച് പഠിക്കുക. ഇപ്പോൾ സ്റ്റാറ്റി ഉണ്ട്, കൊമേഴ്സ് വിഷയങ്ങളുണ്ട്, അത് അക്കൗണ്ടിങ് ഉണ്ട്, അതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ചിലപ്പോൾ ഒരു ഇംഗ്ലീഷ് ഉണ്ടാവും, ഇംഗ്ലീഷിന്റെ കൂടെ പഠിക്കുമ്പോൾ അത് തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായിക്കോണമെന്നില്ല. സോ കണക്ട് ചെയ്ത് അടുത്തടുത്ത് ബന്ധമുള്ളതൊക്കെ അടുത്തടുത്ത് പഠിക്കുക. പിന്നെ ബേസിക്സ് ഇപ്പോൾ സയൻസിലാണെങ്കിൽ അത് പഠിച്ചതിന് ശേഷം അതിന്റെ അപ്പുറത്തുള്ള സയൻസ് പഠിക്കുക, സോഷ്യൽ സയൻസോ അല്ലെങ്കിൽ മറ്റുള്ള ബ്രാഞ്ചസ് ഒക്കെ പഠിക്കുക. ആദ്യം ബേസിക് ആയ സാധനം പഠിക്കുക, എന്നിട്ട് അതിന്റെ ബ്രാഞ്ചസിലേക്ക് പോവുക. അത്തരത്തിലൊരു അറേഞ്ച്മെന്റ്സ് വരുത്തുക എന്നുള്ളതാണ്. പിന്നെ മാൻഡലർ ആൻഡ് ഹെർബർട്ട് സജസ്റ്റഡ് ദാറ്റ് ദ ടീച്ചർ ഷുഡ് പ്ലാൻ ദെയർ ഇൻസ്ട്രക്ഷൻ, അഥവാ ടീച്ചർ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അത് റിസീവ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ മെമ്മറി കൂടുന്നതാണ്. അത് എങ്ങനെ പഠിക്കണം, ഓരോ ടോപ്പിക്കും എങ്ങനെ പഠിക്കേണ്ടത്, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇതിനെങ്ങനെ നിങ്ങൾ റിസീവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ച് മെമ്മറി എന്ത് ചെയ്യും, അവർക്ക് മെമ്മറൈസേഷൻ എന്നുള്ളത് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും യൂസ്ഫുൾ ആണ്. അതല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്, അതല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിലേക്ക് നമ്മൾ പാസ് ചെയ്യേണ്ട നോളജാണ് ഇതിലുള്ളത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ടുഡേയ്സ് ടോപ്പിക്. ഇവിടെ മുതലാണ് ലോസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ഒരു അറിവിനെ അതല്ലെങ്കിൽ ഒരു നോളജിനെ പെർസീവ് ചെയ്യുക. 5 നിയമങ്ങളാണ്. ലോ ഓഫ് ഫ്രാഗ്നൻസ്, പ്രോക്സിമിറ്റി, സിമിലാരിറ്റി, ക്ലോഷർ ആൻഡ് കണ്ടിന്യൂറ്റി. ഈ 5 നിയമങ്ങൾ, അതിന്റെ ഫോട്ടോസ് ഒക്കെ നമ്മളെ ബുക്കിലുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കണം. ദെൻ എറേഴ്സ് ഇൻ പെർസെപ്ഷൻ ആണ്. 2 എറേഴ്സ് ആണ്, ഇല്യൂഷൻ ആൻഡ് ഹാലൂസിനേഷൻ. ഓക്കെ, ദെൻ ആൻഡ് ഹാലൂസിനേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മെമ്മറിയിലേക്ക് പോയി. എന്താണ് മെമ്മറി? സ്റ്റേജസ് ഓഫ് റിമെമ്പറിങ്. 3 സ്റ്റേജസ് ഓഫ് റിമെമ്പറിങ് കണ്ടു. അതിനുശേഷം കൈൻഡ്സ് ഓഫ് മെമ്മറി: ഇൻസിഡന്റൽ, ഇന്റൻഷണൽ, വിവിഡ്, ഇൻഡിൻസ്റ്റിക്, ഒബ്സർവേഷണൽ, റോട്ട്, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം.
ഇവിടെ വീണ്ടും ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈമിൽ ഒന്നുകൂടി വിശദീകരിച്ച് കണ്ടു. ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ന്യൂറോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് മോട്ടിവേഷണൽ. ആൻഡ് സയൻസ് ഓഫ് ഗുഡ് മെമ്മറി ആണ്. ഏറ്റവും നല്ല മെമ്മറി ഉള്ള ആളുടെ പ്രത്യേകതകളാണ് റാപ്പിഡിറ്റി, അക്യുറസി, ലെങ്ത് ഓഫ് ടൈം, പ്രോപ്റ്റ്നെസ് ആൻഡ് സർവീസേബിൾനെസ്. ആൻഡ് ദ ലാസ്റ്റ് ടെക്നിക്സ് ഓഫ് പ്രൊമോട്ടിംഗ് ബെറ്റർ മെമ്മറി. ഒരു 12 സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചതിനെ മോട്ടിവേറ്റഡ് ആകുന്നതും ക്വിക്കായിട്ട് അതിനെ മീനിങ് ഫുൾ ആയി പഠിക്കുന്നതും, SQ3R മെത്തേഡ് ഫോളോ ചെയ്യുന്നതും, സ്പേസ് ഇടുന്നതും, റിസൈറ്റ് ചെയ്യുന്നതും, ഓവർലേൺ ചെയ്യുന്നത് ഒഴിവാക്കുന്നതും, ലോജിക്കൽ അറേഞ്ച്മെന്റ്സ് കൊടുക്കണമായിട്ടുള്ള കുറച്ച് അധികം ഹിൻസ് ആണ് ഇവിടെ, ടെക്നിക്സ് ആണ് നമ്മൾ കണ്ടത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ യൂണിറ്റ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. റൈറ്റ്. അപ്പൊ ഇതിലെന്ത് വെച്ചാലേ ഞാൻ ഇപ്പൊ ഇതിൽ എക്സ്ട്രാ ഇപ്പൊ നമ്മളെ സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി അതുകൂടി അതിൽ പറഞ്ഞു വെച്ചിരുന്നു. എന്തിനാ വെച്ചാല് ജസ്റ്റ് നമുക്കൊന്ന് ഒരു എക്സ്ട്രാ നോളജ് നിങ്ങൾക്ക് പറയേണ്ടതാണ്. ഓക്കെ, അത് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ എഴുതേണ്ടതില്ല. സോ എനിവേ ഇതൊക്കെ ഒരു തിയറട്ടിക്കൽ നോളജ് ആണെങ്കിലും ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. നമ്മളിത് പ്രാക്ടിക്കലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് എന്നാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, എനിവേ കുറെ നേരം കേട്ടിരുന്ന് നമ്മുടെ ക്ലാസ്സിനോട് കോപ്പറേറ്റ് ചെയ്ത് കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ എല്ലാവർക്കും നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.